We're walking, not knowing who we were. This feeling seems to take a toll. Surrounded by many faces I don't know. No one cares until I അമ്മേ യെസ് ഹലോ ഓക്കെ എൻ്റെ ദൈവമേ, ഞാൻ കൃതാർത്ഥനായി. എടാ, ഭഗവാൻ ഉണ്ണികൃഷ്ണനെ കണ്ടുപിടിക്കാൻ ഇത്രയും പാടില്ല. വെറും സാധാ ഉണ്ണികൃഷ്ണനായി നിന്നെ കണ്ടുപിടിക്കാനാണല്ലോടാ വലിയ പാട്. മതി മതി. അല്ല, നീ ഏത് ബസ്സിനാ വന്നേ? അതിൻ്റെ പേരെന്തായിരുന്നു? മിനിമോളോ ആ അങ്ങനെ കണ്ടു. എടാ, KSRTC ആയിരുന്നോ അതോ പ്രൈവറ്റ് ആണോ എന്നാ ചോദിച്ചേ. ഓ അങ്ങനെ, പ്രൈവറ്റ്. അല്ല, എക്സാക്ട്ലി ഇപ്പം എവിടുന്നാ വരവ്? എക്സാക്ട്ലി അതായത് മതി മതി മതി, നീ കൂടുതൽ ചളിയടിക്കണ്ട. പിന്നെ രശ്മി സുഖം? ഓ സുഖം. വീട്ടിലുണ്ടോ? ഉണ്ടുണ്ട്, നിന്റെ കാര്യമൊക്കെ ഇടയ്ക്ക് പറയാറുണ്ട്. ഛേ, വേറെ നല്ലൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണോ? അതല്ല, നിൻ്റെയും സജിയുടെയും എല്ലാവരുടെയും കാര്യം പറയാറുണ്ട്. സജിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നല്ല കറക്റ്റ് ടൈമിൽ അവൻ കാശ് വന്നു. ഞാൻ നല്ല ടൈറ്റായിരുന്നു. ഞാനത് കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചതല്ല. അവന് നല്ല പ്രശ്നങ്ങളല്ലായിരുന്നോ? ഇപ്പോഴൊന്ന് സെറ്റിലായത്. അല്ല, നീ എന്തൊക്കെയോ സീനാന്ന് പറഞ്ഞായിരുന്നല്ലോ. വരുമ്പോൾ പറയാന്നാ പറഞ്ഞേ. എന്ത് സംഭവം? പറയാം, വിശദമായി പറയാം. ഇവിടുന്ന് ഒത്തിരി ദൂരമുണ്ടോ വീട്ടിലേക്ക്? ഏയ്, ഇവിടെ അടുത്ത് എത്തും. felt like dreaming without no boundaries. The moments pass me by. I found no reason to keep myself hiding as I travel alone.
അല്ല നീ എന്തൊരു ചായ വേണ്ടെന്ന് പറഞ്ഞേ? ഓ പണ്ടാര ചൂടല്ലേ, ഇനി അത് കൂടണ്ടെന്ന് ഓർത്തു. എടാ നിന്നെ വാട്സപ്പിൽ ഇപ്പോൾ കാണാൻ പോലും ഇല്ലല്ലോ. നീ എങ്ങോട്ടേ മുങ്ങി കിടക്കുന്നത്? എത്ര ദിവസമായി ഞാൻ മെസ്സേജസ് അയച്ചിട്ട്. നീ ഒന്ന് നോക്കി, ഇപ്പോഴും അൻസീന്നാണ് കാണിക്കുന്നത്. ഞാനിപ്പോൾ മെസ്സേജൊക്കെ തുറന്നു നോക്കിയിട്ട് 2-3 ദിവസമായി. 2 ഞാൻ അയച്ചിട്ട് 10 ദിവസമായി. ശരി, എന്നാൽ 10 ദിവസമായി ഞാൻ തുറന്നു നോക്കിയിട്ട്. നീ കളിക്കണ്ട, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. രാജീവ് ഇങ്ങോട്ടിരിക്കാം. ആ എന്നാ അങ്ങോട്ടിരിക്കാം. വാ. അമ്മേ. ആ നീ എൻ്റെ ഇടയ്ക്ക് അമേരിക്കയ്ക്കും പോയോ? അതെടാ, അമേരിക്കയിലെ പിരമിഡിലായിരുന്നേ ഞങ്ങളുടെ ഹണിമൂൺ. ഉണ്ണിയുടെ ബിസിനസ്സൊക്കെ ഇപ്പം എന്തായി? കുഴപ്പമില്ല, ഇപ്പം ഇത്തിരി ഇഷ്യൂസൊക്കെ ഉണ്ട്. പിന്നെ ബിസിനസ് ആകുമ്പോൾ അങ്ങനെയല്ലേ. അതിൻ്റെ ഓട്ടം കാരണമാണോ ഈ ഓഫ്ലൈൻ? ആ അതും കാണും. സജീവൻ ലേറ്റ് ആവുമോ? ഏയ് ലേറ്റ് ആവില്ലടാ, ഇപ്പോൾ വരും. അല്ല ആക്ച്വലി അവനെങ്ങനെ നിന്നെ കോണ്ടാക്ട് ചെയ്തേ? നീയല്ലേ അവൻ നമ്പർ കൊടുത്ത്? ഓ ഒരു ദിവസം നോക്കാൻ നേരത്തെ ഏതോ നമ്പറിൽ നിന്ന് 8-10 മിസ് കോള്. ഞാൻ തിരിച്ചു വിളിച്ചപ്പോൾ അപ്പോഴവൻ കാര്യം പറയും. എന്തായാലും ഒരു കണക്കിന് നന്നായി. നിന്നെ മാത്രം അങ്ങനെ പിടികിട്ടാതിരുന്നുള്ളൂ. കഴിഞ്ഞ ദിവസം നമ്മൾ ബാങ്കിൽ വെച്ച് കണ്ടില്ലായിരുന്നെങ്കിൽ നിന്റെ നമ്പറും കിട്ടില്ലായിരുന്നു. അത് നന്നായി. പിന്നെ ഇത് ക്രിട്ടിക്കൽ കാര്യമായി പോയില്ലേ. അതുമല്ല, നിങ്ങളൊക്കെ ഒന്ന് കാണാലോ. ഞങ്ങളെ കാണാതെ വിഷമിച്ചിരിക്കായിരുന്നല്ലോ അവൻ. പിന്നെ അല്ലാതെ. പിന്നെ ഒരു കാര്യം, വേറെ ആർക്കെന്ത് സംഭവിച്ചാലും ആര് മിസ്സിങ് ആയാലും നീ ഉണ്ടല്ലോ, 1 സ്റ്റോപ്പ് ഷോപ്പ്. ഓ പിന്നെ ഞാൻ എന്തിനു പേടിക്കണം, പറയൂ. ഓ ശരി സാർ, വിഷമിക്കേണ്ട ആവശ്യമേ ഇല്ല. നീ പറഞ്ഞത് ഇപ്പോൾ ശരിയാ. ഞാനിപ്പോൾ ഈ ഫേസ്ബുക്കും വാട്സപ്പും തുറന്നു നോക്കാറില്ല. ഇൻഫാക്റ്റ് അത് നോക്കാൻ ടൈം പോലും കിട്ടാറില്ല. എന്തോ അതിനൊരു പ്രയോറിറ്റി കൊടുക്കാൻ തോന്നാറില്ല. ഒരു കണക്കിന് ശരിയാ. എല്ലാവർക്കും എപ്പോഴും അതിൻ്റെ പുറകെ തൂങ്ങാൻ പറ്റൂ. എനിക്ക് ഓഫീസിൽ ടൈറ്റ് സ്കെഡ്യൂളും ഡെഡ് ലൈനും ഒക്കെയുള്ള സമയത്ത് ഞാൻ ആ ഏരിയയിലേക്ക് പോലും പോകാറില്ല. പക്ഷേ നിന്നെപ്പോലെ ഇങ്ങനെ ഒരു ഓഫ്ലൈൻ മോഡിൽ പോകാറില്ല കേട്ടോ. എടാ നമ്മുടെ അസ്ലമിനെ ഓർമ്മയുണ്ടോ? ലാസ്റ്റ് ഡേ അവൻ മെസ്സേജ് അയച്ചായിരുന്നു ഫേസ്ബുക്കിൽ. ആ ഓക്കെ. അവനെന്താ പതിവില്ല നിനക്കൊരു മെസ്സേജ് അയക്കാൻ? അവൻ UK യിലല്ലായിരുന്നോ, PR കിട്ടിയില്ല, തിരിച്ച് നാട്ടിലേക്ക് വരുന്ന കാര്യം പറയാനാണ്. ഷോ, ഇതൊക്കെ ഇപ്പം നിന്നെ അറിയിക്കണോ? സാധാരണ എല്ലാവരും ഫേസ്ബുക്കിൽ അനൗൺസ് ചെയ്തിട്ടാ ഫ്ലൈറ്റ് കയറാറ്. അതുകൊണ്ട് ചോദിച്ചാ? അതെടാ, ഇപ്പോൾ ആദ്യം എന്നെ അറിയിക്കണം, അതിനുശേഷം ഫേസ്ബുക്കിൽ അനൗൺസ് ചെയ്യണം. എന്നിട്ട് പാസ്പോർട്ട് കത്തിച്ചിടണം. ഛേ, നീ ഇങ്ങനെ ഇമോഷണൽ ആവല്ലേ. എന്നിട്ട് അവനവിടെ ജോലിയൊന്നും ശരിയായിട്ടില്ല. ഷോ, എൻ്റെ അമ്മോ, ഇതിപ്പോൾ നാട്ടിൽ ഇരുന്ന ഞാനും UK ഇരുന്ന അവനും സെയിം ആയല്ലോ. എന്തായാലും സന്തോഷമായി. എന്താണോ എന്തോ. ആക്ച്വലി ഞാൻ IT യിലല്ലേ, അപ്പോൾ എൻ്റെ ഫേമിൽ എന്തെങ്കിലും ജോലി കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് മെസ്സേജ് അയച്ചത്. ഉണ്ണി ആക്ച്വലി നമ്മൾ ലാസ്റ്റ് എപ്പോഴാണ് കണ്ടേ? ഐ തിങ്ക് ലാസ്റ്റ് ഇയർ. അല്ല, അതിന് മുമ്പ് കാർ വാങ്ങാൻ ഒന്നിച്ചല്ലേ പോയത്? ഞാൻ 1-2 തവണ അവിടെ ഇവിടെ വെച്ച് കണ്ടായിരുന്നു. അല്ലടാ അല്ലടാ ആക്ച്വലി നിനക്ക് ഇന്ന് തന്നെ പോകണോ? നമുക്കൊന്ന് കൂടിയിട്ടൊക്കെ പോയപ്പോരെ? നോക്കാം. എന്തായാലും വരാനുള്ളവൻ വന്ന് തരാനുള്ളത് തരട്ടെ. അപ്പം മൂഡ് പോലെ നോക്കാം. അതിപ്പോൾ വരാനുള്ളവൻ വന്ന് തരാനുള്ളത് തരുമ്പോൾ മൂഡ് നന്നാവത്തല്ലേ ഉള്ളൂ. അതല്ലടാ, രാവിലെ കുറച്ച് നേരത്തെ തുടങ്ങേണ്ട പരിപാടികളുണ്ട്. ഒന്ന് പോടാവേ, പത്രോടാൻ പോകുന്നുണ്ടായിരിക്കും. രശ്മി ഒന്ന് ടിനു ആവാനാണ് ചാൻസ്. ആ ടിനു ആണ്. ഹലോ. ഹായ്. ടിനു അളിയാ വാ. എന്റെ ദൈവമേ, ഇത്ര വലിയ ടീംസ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ചുമ്മാ വരുന്ന വഴിക്ക് 2 പൂച്ച മലർന്നു പറക്കുന്നുണ്ട്. ഇരി കേട്ടാ, തറ വളിപ്പും തറ സ്വഭാവം. അതൊക്കെ പോട്ടെ, നീ ഇപ്പൊ എവിടെയാ? എന്താ പരിപാടി? ടിനു ചായ കോഫി എന്തെങ്കിലും എടുക്കട്ടെ? ഇവൻ അതിൻ്റെ ആളല്ലല്ലോ, ഇവൻ ഐറ്റം മറ്റത് വേണം. അളിയാ ബക്കാടി ബ്ലാക്ക് അരിപ്പുണ്ട്, എടുക്കട്ടെ? നോ ഞാനേ ഡ്രൈവ് ചെയ്താ വന്ന്. ജ്യൂസ് ആവോ? ഓക്കെ. ആ അപ്പൊ പറ, നീ ഇപ്പൊ എവിടെയാ? എന്താ പരിപാടി? ആ ഞാനും ഇപ്പൊ ചോദിച്ച് കഴിഞ്ഞതേ ഉള്ളൂ. ഷേടാ, എൻ്റെ കാര്യത്തിൽ ഇത്ര ടെൻഷൻ എന്താന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അമ്പോ, നിന്റെ കാര്യത്തിൽ ടെൻഷനും ഇല്ല, ഒന്നുമില്ല. എന്താണെന്നറിയോ, ഞങ്ങൾ എപ്പോഴും കണക്റ്റഡാ.
എപ്പോഴും ആ ഷെയറിങ് നടക്കുന്നുണ്ട്. നിന്റെ കാര്യം മാത്രം അറിയില്ല. കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ടാ. പണ്ടൊക്കെ നീ വരും, വിളിക്കാം, മീറ്റ് ചെയ്യാം, കൂടാമെന്നൊക്കെ പറയും. ഇപ്പം കാര്യത്തിൽ കുറച്ച് പിന്നോട്ട് പോയോന്നൊരു ഡൗട്ട്. അത്രേ ഉള്ളൂ. ആ ഒരു ക്യൂരിയോസിറ്റി വെച്ച് ചോദിച്ചതാ. അതെ, എന്തൊക്കെയായാലും നമുക്ക് ഇങ്ങനെയാണല്ലോ ഒന്ന് കൂടാൻ പറ്റിയല്ലോ. ഡാ, സജി ലേറ്റ് ആവോ? ഞാൻ അവനെ വിളിച്ചിരുന്നു, അവനെ എടുക്കണില്ല. എനിക്കാണ് ചെറിയ പരിപാടിയുണ്ട്, വൈഫും കുട്ടികളായിട്ട് ഒരു ചെറിയ കറക്കം. അവനെന്തായാലും ലേറ്റ് ആവില്ല, ഇപ്പം വരും എന്നാ പറഞ്ഞേ. ഇന്ന് ഫ്ലൈറ്റ് ഉള്ളതല്ലേ. ഓ, നിനക്ക് ഫാമിലി ആയിട്ട് പുറത്തു പോകണല്ലേ? യൂഷ്വൽ ഫാമിലി മാൻസ് പ്രോബ്ലം. എന്നെ കണ്ടുപിടിക്കേ. നോ ലേഡീസ് അറ്റാച്ച്, നോ സ്ട്രിങ്സ് അറ്റാച്ച്. ഞാൻ രശ്മി ഉദ്ദേശിച്ച് പറഞ്ഞല്ലോ കേട്ടോ. ആദ്യം പറഞ്ഞപ്പോൾ ഡൗട്ട് ഇല്ലായിരുന്നു, ഇപ്പൊ ഉറപ്പായി. അതെ അതെ, എനിക്കും തോന്നി. അയ്യോ അല്ല, പ്ലീസ് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. ടിനുവിന് കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? നോ, ഐ എം ഫൈൻ. അയ്യോ, എന്നോട് ചോദിക്കുന്നില്ലേ? ഇനി ഞാൻ ഉണ്ണിക്ക് എന്തായാലും ഒന്നും തരില്ല. ടിനുവിന് എന്തെങ്കിലും വേണോ? ഇല്ല, ഐ എം ഓക്കെ. നിനക്കങ്ങനെ തന്നെ വേണോടാ. ആ, ഞാൻ ഒരു പാവായി പോയില്ലേ. ഇപ്പം നമ്മുടെ ഗഡി ഉഷാറായി തുടങ്ങി. അതെങ്ങനെയാ? നമ്മുടെ സജി ഐറ്റോട്ട് വരുമല്ലേ, അതിന്റെ ഉഷാറാ. പുള്ളി നമ്മുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ട് 4-5 വർഷമായില്ലേ? ആയി. അല്ല, അവനിനി വരാതിരിക്കൂ? പിന്നെ അവന് ഭ്രാന്തല്ലേ, നമ്മളെല്ലാവരും ഇങ്ങനെ വിളിച്ചു കൂട്ടിയിട്ട് കാശ് തരാതെ പോകാൻ. ഒന്ന് പോലാവേ. അപ്പോൾ ആ സാധനം തള്ളിക്കളെ. അപ്പോൾ ഇന്ന് പൈസ കിട്ടും. ഞാനതിപ്പോൾ കിട്ടും. അവനെ വിളിക്കണം എന്നൊക്കെ ഓർത്തതാ. 2 വർഷം മുന്നേ അവനെ വിളിക്കുകയും ചെയ്തതാ. അപ്പോൾ അവനാകെ ടെൻഷനിലായിരുന്നു. പിന്നെ അവൻ്റെ കല്യാണവും ഡിവോഴ്സും ഒക്കെ ഒരുമിച്ചായിരുന്നല്ലോ. ആ സമയത്ത് അവൻ്റെ അമ്മായിയപ്പൻ നല്ലൊരു പണിയും കൊടുത്തു. അവൻ ഫുള്ള് റോട്ടിലായിപ്പോയി. ആ പറഞ്ഞ പോലെ തന്നെ നമ്മളൊക്കെ തന്നെയല്ലേ അവനെ ഹെൽപ്പ് ചെയ്യാനുള്ളൂ. ഈ പറഞ്ഞ പോലെ തന്നെ എനിക്കും കാശിന് ഭയങ്കര ആവശ്യമുണ്ടായിരുന്നു. ഞാൻ അവനോട് എങ്ങനെ ചോദിക്കുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കുറച്ച് വർഷം മുമ്പ് ഒരു നിക്കക്കളിയില്ലാതെ വന്നപ്പോൾ ഞാൻ അവനെ വിളിച്ചു. അപ്പം അവൻ്റെ അവസ്ഥ കേട്ടപ്പോൾ ഞാൻ വെട്ടി പിടിച്ചു. ഞാനും നല്ല ടൈറ്റായിരുന്നു നമ്മുടെ വീട് പണിയുടെ സമയത്തൊക്കെ. ഞാൻ ചോദിക്കാൻ പോയില്ല, ഐ മാനേജ്ഡ് ഇറ്റ് എനിവേസ്. പക്ഷേ ആ ഒരു സമയത്തേക്ക് മാത്രം ഐ വാസ് ഓക്കെ. ഐ വാസ് നെവർ ഓക്കെ എന്ന് വേണം പറയാൻ. പിന്നെയോ, കാശ് കിട്ടാതിരുന്നപ്പോൾ ഞാനും ഒട്ടും ഓക്കെ അല്ലായിരുന്നു. പിന്നെ എങ്ങനെയാ ചോദിക്കുക? പുള്ളി ആകെ റോട്ടിലല്ലേ, ചോദിച്ചില്ല. പിന്നെ ആ സനൂപും പുള്ളിക്ക് കാശ് കൊടുത്തോ? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അവനെങ്ങനെ കൊടുത്തു? അവനങ്ങനെ കൊടുക്കുന്ന ആളെ അല്ല. അവനെന്തോ ചെറിയ എമൗണ്ട് അല്ലേ കൊടുത്ത്? അവനും വരുന്നുണ്ടോ? യെസ് ഓഫ് കോഴ്സ്, അവനിപ്പോൾ പോലീസല്ലേ. അതുമാത്രമല്ല ഇപ്പോൾ ഇലക്ഷൻ്റെ തിരക്കുമുണ്ട്. ഞാൻ എന്തായാലും മഫ്റ്റിയിൽ വരാനാണ് പറഞ്ഞത്, അതും സ്വന്തം കാറിൽ. വെറുതെ എന്തിനാ ആൾക്കാരെ കൊണ്ട് പറയുന്നത്? അത് നന്നായി. അല്ലടാ, അവൻ വരുമ്പോൾ നമുക്ക് ഓരോന്ന് കുനിച്ചീർത്തി കൊടുത്താലോ? അതെന്തിനാടാ? ഒരു സന്തോഷം. ഇങ്ങനെയൊക്കെയല്ലേ നമുക്കൊരു പോലീസുകാരനെ തല്ലാൻ പറ്റുള്ളൂ. അതും ഒരു എസ് ഐനെ. ഉണ്ണി ഇങ്ങനെ പോയ പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്നും പോലീസിന്റെ കയ്യിൽ നിന്നും വാങ്ങും, ഉറപ്പാ. പോട്ടെ. അത് പോട്ടെ, എന്തായിരുന്നു ഷോപ്പിംഗ് സ്പെഷ്യൽ? ഹേയ്, അങ്ങനെയൊന്നുമില്ല. ഞങ്ങള് വീക്കിലി 2-3 പ്രാവശ്യം കറങ്ങാൻ ഇറങ്ങും. ഇപ്രാവശ്യം മോൾക്ക് ഡ്രസ്സും ബുക്സും വാങ്ങിക്കണം, അത്രേ ഉള്ളൂ. ആ, നിന്റെ മോളിപ്പോൾ എത്രയില്ല? സജിയായിരിക്കും. സജി ആവാനാ ചാൻസ്. ഹലോ സജി. ആ രശ്മി, ആ ആ സജി, ടിനു, ആ അളിയാ. രാജീവ്, യെസ്. ആ എന്തുണ്ടാ? രശ്മി, കുടിക്കാൻ എന്തേലും? സജിക്ക് ചായ ചായ. കാപ്പി എന്തെങ്കിലും? ഉണ്ണി ജസ്റ്റ് വെള്ളം മാത്രം. കട്ട ടൈമിംഗ് ആണല്ലോ അളിയാ. ടിനു ഇപ്പോൾ വന്നേ ഉള്ളൂ. ആഹാ, വാ വാ, ടേബിളിൽ ചുറ്റും ഇരി. രശ്മി വെറൈറ്റി ആയതുകൊണ്ട് സോഫയിലൊന്നും ഇരുത്താറില്ല, ടേബിളിൽ ചുറ്റും ഇരുത്താറ്. ഉണ്ണി മതി മതി. അതല്ലടാ, ഈ ഫേസ് ടു ഫേസ് ഡിസ്കഷൻ ആകുമ്പോഴേ ഇതല്ല കുറച്ചുകൂടെ ബെറ്റർ. അതുകൊണ്ടാ. അപ്പൊ ഫുഡൊന്നും ഇല്ലേ? ആ ഫുഡ് ഉണ്ട്, പക്ഷെ ഉണ്ണിക്ക് മാത്രമില്ല. അത് നന്നായി. പിന്നെ ടിനു, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മൾ കണ്ടിട്ട് കുറേ ആയില്ലേ? ശരിയാ, നമ്മൾ കണ്ടിട്ട് കുറേ ആയി. ആ, അതിൻ്റെ നിന്റെ മുഖത്തൊരു സന്തോഷമുണ്ട്. പ്ലീസ് വീടാടാ, മതിയാക്ക്. നിന്റെ ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല, ഇപ്പം ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഞാൻ നിർത്തി. അപ്പോൾ ഇപ്പം എന്താ ചെയ്യുന്നത്? പല പ്ലാനിങ്ങും ഉണ്ട്. പിന്നെ അതൊക്കെ വിട്. നീ ഇപ്പോൾ ക്യാഷ് റെഡി ആക്കിയല്ലേ? ആ പിന്നെ സെറ്റിൽ ചെയ്യാനുള്ള ഫുൾ എമൗണ്ട് റെഡി ആക്കിയിട്ടുണ്ട്.
ആഹാ പണക്കാരനായല്ലോ. പണക്കാരനും പാപ്പരും ഒക്കെ ഒന്നിച്ചായെന്ന് വേണം പറയാൻ. അപ്പോൾ ഇതാണ് സെറ്റിൽ ചെയ്യാനുള്ള കണക്ക്. ഷടാ നീ ഒന്ന് വെയിറ്റ് ചെയ്യടാ. ഞങ്ങളാരും ഓടിപ്പോന്നൊന്നുമില്ല. നീ ഒന്ന് റിലാക്സ് ചെയ്തതിൽ കഴിച്ച് നമുക്ക് പതുക്കെ ചെയ്യാന്നേ. നമ്മളാരും ഓടിപ്പോകത്തില്ല. അവനിപ്പോൾ ഓടിപ്പോവും. അവന് ഫ്ലൈറ്റ് ഉണ്ട്. നീ പറടാ. ഹാ സമാധാനപ്പെട്, അതിനല്ലേ പുള്ളി വന്നത്. ശരി, സമാധാനപ്പെടാം. നീ റിലാക്സ് ഒക്കെ ചെയ്ത് വെള്ളമൊക്കെ കുടിച്ച് പതുക്കെ പറഞ്ഞേ. റൈറ്റ്. അപ്പോൾ എന്തായാലും കാര്യത്തിലേക്ക് കടക്കാം. അങ്ങനെ പറയല്ലേ. നീ റിലാക്സ് ചെയ്യ്. എടാ എനിക്കും ഒരുപാട് ടൈമൊന്നുമില്ല. അപ്പോൾ ഇത് ബെറ്റർ നമുക്കൊന്ന് പെട്ടെന്ന് ഡീലാക്കാം. അല്ല അവൻ റിലാക്സ് ചെയ്യാന്ന് പറഞ്ഞില്ലേ, അവന്റെ കാര്യം റിലാക്സ് ചെയ്ത് കൊടുക്കും. നമ്മുടെ കാര്യം സെറ്റിൽ ചെയ്യും. വേണ്ട വേണ്ട വേണ്ട. നീ റിലാക്സ് ചെയ്യണ്ട. പെട്ടെന്ന് പറ. ശരി. അപ്പോൾ വിവരദോഷിയായ ജോഷി മകൻ ഉണ്ണി 5 ലക്ഷം. എടാ മറ്റവനെ രാജേന്ദ്ര മോൻ സജേന്ദ്ര, അന്ന് ഈ വിവരദോഷിയുടെ മകൻ്റെ കാശില്ലായിരുന്നെങ്കിലേ എൻ്റെ പല പ്രശ്നവും തീരില്ലായിരുന്നു. എടാ എടാ ഞാൻ ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞാടാ, പണ്ടത്തെ രീതിയിൽ. ഞാനും. വീടാടാ നീ പറ. അപ്പോൾ ഉണ്ണിക്ക് 5 ലക്ഷം, ടിനു 2 ലക്ഷം, നീ അനൗൺസ് ഒന്നും ചെയ്യണ്ട. രാജീവ് 3 ലക്ഷം. ശരിയല്ലേ? ശരിയാണ്. എടാ ഇത് സനൂപിനുള്ളതാ. അവനെവിടെ? അവൻ ഒരല്പം ലേറ്റ് ആവും, വരും. ഓ എന്നാൽ നീ ഇത് അവന് കൊടുത്തേക്കോ. ഇത് 1 ലക്ഷം ഉണ്ട്. ഓക്കെ. ഇനി ഇതാണ് ബാക്കി. ആകെ 1 ലക്ഷം ഉണ്ട്. ആ അത് നീ കൊണ്ടുപോയി എന്തായാലും. ആക്ച്വലി അവിടെ നിനക്ക് നല്ല ആവശ്യം വരും. പക്ഷേ നിൻ്റെ കാര്യം ആയതുകൊണ്ട് ഞാൻ പറയാണ്, അവിടെ ചെന്ന് സൂക്ഷിച്ച് ചിലവാക്കാവുള്ളൂ. പോകുന്നതാണെങ്കിൽ ദുബായിക്കും. അവിടെ 1 രൂപയാണെങ്കിലും ശരി, 1 ലക്ഷം ആണെങ്കിലും ശരി, ഇതാന്ന് തീരും. അതുകൊണ്ട് ഹാൻഡിൽ വിത്ത് കെയർ. നീ അത് പറഞ്ഞ എന്തായാലും വളരെ നന്നായി. പക്ഷേ യാത്രയ്ക്കുള്ള പൈസയ്ക്ക് ഞാൻ നേരത്തെ അറേഞ്ച് ചെയ്തായിരുന്നു. കാരണം ഇതിപ്പോൾ കിട്ടുമെന്ന് എനിക്ക് തന്നെ വലിയ ഉറപ്പൊന്നുമില്ലായിരുന്നു. എടാ നിനക്ക് ആക്ച്വലി ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? അതായത് തൽക്കാലം നീ ഇത് കയ്യിൽ വയ്ക്ക്. ഞാനിത് മൊത്തമായിട്ട് കൊണ്ടുപോയാൽ നീ പറഞ്ഞാലോ റിസ്ക്കാ, ചിലവായി പോവും. അപ്പോൾ നീ ഇത് വെച്ചിട്ട് ഞാൻ ആവശ്യമുള്ളപ്പോൾ ചോദിച്ചോളാം. അപ്പോൾ നീ ട്രാൻസ്ഫർ എല്ലാം ചെയ്ത് തന്നാൽ മതി. അത് വേണോടാ, അത് ശരിയാവത്തില്ല. നീ കൊണ്ടുപോക്കും, പക്ഷേ കെയർഫുള്ളായിട്ട് ചിലവാക്കിയാൽ മതി. എടാ വേണ്ട, എനിക്ക് എന്നെ നന്നായിട്ട് അറിയാം, നിന്നെ നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത് നീ ഇത് വെക്ക്, ഞാൻ ചോദിച്ചോളാം. അല്ല അതെന്താടാ ഞാൻ വെച്ചാൽ കുഴപ്പം? നിനക്ക് എന്നെ അറിഞ്ഞൂടെ? നീ ആവശ്യം വരുമ്പോൾ ചോദിച്ചോ, അപ്പം ഞാൻ തരാം. പോരെ? അത് വേണോ? അത് വേണോ? അത് സാറില്ല. ഇത്രയും കാലവും ഒരു സംശയമില്ലാത്ത എൻ്റെ പൈസ എൻ്റെ കയ്യിലിരുന്നില്ലേ? ഇതിപ്പോൾ 1 ലക്ഷം രൂപയുള്ളൂ. അതിൻ്റെ ഇരുന്നോട്ടെ. ഇനി കുഴപ്പംസ്? അയ്യോ എന്നാ ഒരു കുഴപ്പമില്ല, നീ തന്നെ ഇത് വെക്ക്. പിന്നെ എനിക്കെന്തായാലും ഇത് ഉടനെയൊന്നും ആവശ്യം വരില്ല. പെട്ടെന്ന് തരുന്നുമില്ല. അല്ലടാ നീ ഏതോ പ്രോപ്പർട്ടി വിറ്റിട്ടല്ലേ ഈ പൈസയൊക്കെ ഉണ്ടാക്കിയേ? എടാ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ പാർട്ടീഷൻ ചെയ്ത് കിട്ടിയ സ്ഥലം, അത് വിറ്റു. പിന്നെ എല്ലാവരും ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഓ എന്ത് കൗണ്ട് ചെയ്യാൻ, കൂടുതലൊന്നും കാണൂലല്ലോ. എനിക്ക് നോക്കാനൊന്നുമില്ല. ഇത് കറക്റ്റ് 6 ലക്ഷം ഉണ്ട്. ആക്ച്വലി എന്തായിരുന്നു ഇഷ്യൂസ്? കല്യാണം കഴിഞ്ഞ് ബിസിനസ്സും പൊളിഞ്ഞു, കല്യാണവും പൊളിഞ്ഞു, ആകെ റോഡിലായിരുന്നു. അപ്പോഴാണ് എനിക്ക് നിങ്ങളുടെയൊക്കെ പൈസയുടെ ആവശ്യം വന്നത്. പോരാത്തതിന് നമ്മുടെ എക്സ് അമ്മായിയപ്പനുണ്ടല്ലോ, പുള്ളി നല്ല സൂപ്പർ പണിയും തന്നു. സ്ത്രീധനത്തിൻ്റെ പേരിൽ തന്ന പൈസയും അതിൻ്റെ പലിശയും ചോദിച്ച് കേസും ആക്കി. ഒരുമാതിരി റോഡിലായ അവസ്ഥയായി. പിന്നെ നിങ്ങളൊക്കെ തന്നെ പൈസയായിട്ടോ അന്ന് എന്നെ രക്ഷിച്ചത്. ഞാൻ ഇതൊന്നും മറന്നിട്ടല്ല കേട്ടോ നിങ്ങൾക്ക് തരാതിരുന്നത്. നീ അന്ന് എന്നെ വിളിച്ചില്ലേ കുറേ, അപ്പോഴൊക്കെ ആകെ വട്ട് പിടിച്ച് നടക്കുമായിരുന്നു. പിന്നെ എന്തായാലും ഇപ്പോൾ പെർമനൻ്റായി ഗൾഫിൽ പോകുന്നതിന് മുമ്പ് നിങ്ങളൊക്കെ പൈസ സെറ്റിൽ ചെയ്യണമെന്നുണ്ടായിരുന്നു. നന്നായി. നിനക്ക് പണ്ടേ ഈ ഗൾഫ് പ്ലാനഡ് ആയിരുന്നു. അപ്പോൾ ഈ ക്യാഷ് പ്രശ്നം പണ്ടേ തീർക്കായിരുന്നു. അതെങ്ങനെയാടാ? ഇവിടെ കേസും വള്ളിക്കെട്ടുമൊക്കെ ആയിരുന്നില്ലേ, പോകാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഇപ്പോൾ കേസും സോൾവായി, സ്ഥലവും കച്ചവടമായി. ആക്ച്വലി ഇന്നാണ് അതിൻ്റെ ബാലൻസ് കിട്ടിയത്. അതാ എല്ലാം ഒന്ന് പെട്ടെന്നായത്. ഓക്കെ, എന്താ ആക്ച്വലി നിന്റെ പ്ലാൻ? എടാ ഇതിപ്പോൾ ഒരു ഫ്രണ്ട് ത്രൂ കിട്ടിയ വിസിറ്റ് വിസയാണ്. ആദ്യം പോകണം. ഞാൻ എന്തായാലും സെറ്റിലാവാൻ കുറച്ച് ടൈം എടുക്കും. പിന്നെ നിങ്ങളെ പൈസ തരാൻ വീണ്ടും ലേറ്റ് ആവും. നിങ്ങൾ എന്നെ ചിലപ്പോൾ വേറെ രീതിയിൽ കാണാനും തുടങ്ങും. നീ അങ്ങനെയൊന്നും വിചാരിക്കണ്ട. എടാ പൈസയുടെ കാര്യമല്ലേ, ഒന്നും പറയാൻ പറ്റില്ല. അത് ശരിയാ. അപ്പോഴേ ഞാൻ ഇറങ്ങട്ടെ, കുറച്ച് പരിപാടിയുണ്ട്. വൈഫിനെയും മോളെയും കൊണ്ടൊന്ന് വെളിയിൽ പോകണം. ഓക്കെ എന്നാ ഞാനും ഇറങ്ങുക, ഫ്ലൈറ്റിന് ടൈമായി. ശരി. ഓ പണ്ടാരം, ബാറ്ററി കുറവാണല്ലോ. എടാ നിക്ക് ഓഫ് ടൈം ആയതുകൊണ്ടാണ് ഫ്ലൈറ്റ് മിസ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാ. അല്ലെങ്കിൽ ഞാൻ കുറച്ച് നേരം കൂടി ഇരുത്തിയാനെ ഇവിടെ. രശ്മി എടാ ഇവരെ ഇറങ്ങുവാന്ന്. ശരി ശരി. എന്തേ വരുന്നില്ലേ? ഇല്ല, രശ്മിനെ 2 വാങ്ങിച്ചിട്ടേ പോകുന്നുള്ളൂ. ആ എടാ
നിനക്ക് ഈ ക്യാഷ് വേണോ? നീ കൊണ്ടുപോകൂ. എനിക്ക് അത്രയ്ക്ക് ആവശ്യമില്ല. ഇല്ലില്ല, ഇത് ഓക്കെയാണ്. എനിക്ക് മനസ്സമാധാനമായിട്ട് പോകാമല്ലോ. Sure? ആ ഷുവർ. ഓക്കെ. ഓക്കെ. ശരിടാ. അല്ല സജി ആ കടം വീട്ടിട്ട് പോയത് നന്നായി. അതാ അതിൻ്റെ മര്യാദ. തീർച്ചയായും ഞാൻ ഇനി മുന്നോട്ട് എങ്ങനെ ലൈഫ് പോകുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അവൻ്റെ കോള്. എടാ പഴയ ഫ്രണ്ട്സുമായിട്ട് കോൺടാക്ട് വെച്ചാൽ തീരെയുള്ള പ്രശ്നമല്ലേ നിനക്കുള്ളൂ. ആ പഴയ കോണ്ടാക്റ്റിലടാ ഈ പ്രശ്നം മൊത്തം ഉണ്ടാക്കിയേ. ശേ, നീ അങ്ങനെയൊന്നും വിചാരിക്കണ്ട. രാജീവേ ഞാൻ ഫുഡ് ഉണ്ടാക്കട്ടെ എന്നാ. അയ്യോ വേണ്ട വേണ്ട, ഞാനേ പോയേക്കുവാ. എടാ ഇരിക്കട്ടെ അവിടെ. നിന്നെ കിട്ടുന്നതേ വല്ലപ്പോഴും. അത് നിനക്ക് അവൻ്റെ ഒരു ധൃതി. എടാ നിന്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പറ. എന്താ നിന്റെ പ്രശ്നം? നീ എന്താ പെണ്ണ് കെട്ടാത്തെ? നമ്മുടെ ക്ലോസ് സർക്കിളിൽ ആകെ ഇനി നീ മാത്രമേ പെണ്ണ് കെട്ടാനുള്ളൂ. എടാ ഇതൊന്നാ ചേച്ചി. ഉണ്ണി ബീഫ് കഴിക്കുമല്ലോ അല്ലേ? കൊള്ളാം, ബീഫ് കഴിക്കുമെന്ന്. ബീഫേ കഴിക്കൂ. ഇതൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് പിടിതരാത്തത്. ഇനിയൊരു പെണ്ണിൻ്റെ ജീവിതം കൂടെ കുളവാക്കണോ? അതല്ലടാ, കുറച്ച് ഫിനാൻഷ്യൽ പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് തീരട്ടെ. ഫിനാൻഷ്യൽ പ്രശ്നംസ് ലൈക്ക് ഫിനാൻഷ്യലായ്മ ഇതൊക്കെ തന്നെ. ഇപ്പം എന്തായാലും ഒരു ഫിനാൻഷ്യൽ അപ്ലിഫ്റ്റ്മെൻറ്റ് കിട്ടിയില്ലേ? കിട്ടി, പക്ഷേ അതുകൊണ്ടൊന്നും തീരുന്ന പ്രശ്നമല്ലടാ. ചില കാൽക്കുലേഷൻ നന്നായി പാളി. ഇതൊരു തൽക്കാല ആശ്വാസം. നീ അതിനിടയ്ക്ക് എന്തോ ഡീലർഷിപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തില്ലായിരുന്നു? കുറച്ച് വർഷം മുമ്പ്, പക്ഷേ അതും വലിയ പ്രോഫിറ്റ് ഇല്ല. എന്തായാലും നമ്മുടെ ബാച്ചിൽ നീ മാത്രമേ ഉള്ളൂ ഈ എന്താ പറയുക ജോബൊന്നും സെർച്ച് ചെയ്യാണ്ട് നേരെ ബിസിനസ്സിലേക്ക് പോയത്. അതിനൊരു ഹാറ്റ്സ് ഓഫ്. എന്തായാലും എനിക്ക് പിന്നെ നല്ല ധൈര്യം ആയതുകൊണ്ട് ആ ഏരിയയിലേക്കേ പോയിട്ടില്ല. അതുകൊണ്ട് നീ നന്നായിരിക്കുന്നു. അല്ല, ബിസിനസ് ചെയ്യുന്ന എല്ലാവരും പൊട്ടിപ്പോകുന്നല്ല, പക്ഷേ കുറച്ചൊക്കെ ഭാഗ്യം വേണം. മാത്രമല്ല കുറച്ചൊക്കെ കളിക്കാനും വേണം. നമ്മളെപ്പോലെ നേരെ വാ നേരെ പോ എന്നുള്ളവർക്കൊക്കെ പറഞ്ഞിട്ടുള്ള പണിയല്ല. ഉടായിപ്പറിയൂ, പിടിച്ചിരിക്കും. അതാണ് ബിസിനസ്. എന്തായാലും ഭാഗ്യമുള്ളവൻ ഇപ്പോൾ വരും. അവനിപ്പോൾ വരുമല്ലേ? എൻ്റെ ദൈവമേ, അവൻ മറ്റുള്ളവരുടെ ഭാഗ്യം പിടിച്ചു വാങ്ങണമെന്ന് എനിക്ക് ഡൗട്ട്. എന്താ ഒരു ഭാഗ്യം? എൻ്റെ അറിവിൽ ഇങ്ങനെ ഒരു ഭാഗ്യമുള്ളവനെ കണ്ടിട്ടില്ല. അവൻ ലോട്ടറി വരെ അടിച്ചല്ലേ? നിനക്ക് ചെറിയൊരു ചൊറിയുണ്ടല്ലോ അവനോട്. അതെല്ലാവർക്കും കാണില്ലേ? അത് അവൻ്റെ ലക്ക് ഫാക്ടർ കൊണ്ടൊന്നുമല്ല, അവൻ്റെ ചൊറിയും സ്വഭാവം കൊണ്ടാ. കൂടുതൽ ദേ ഇപ്പോൾ പോലീസ് പോയി. എടാ നമ്മുടെ കൂട്ടത്തിൽ ഒരു പോലീസുള്ള നല്ലല്ലടാ. നല്ലതൊക്കെ തന്നെയാ, പിന്നെ അവൻ്റെ സ്വഭാവത്തിന് അത് ചേരും. അല്ലടാ, അവൻ ഈ കൈക്കൂലി വാങ്ങുമോ? ആരും തിങ്ക് സോ. അവൻ അങ്ങനത്തെ ടൈപ്പ് ഒന്നുമല്ലെന്ന് തോന്നുന്നു. ശരിയാ, അല്ലെങ്കിൽ ഈ കാണാൻ ലുക്കൊണ്ടെന്നേ ഉള്ളൂ, വെറും പേടുത്തൂറിയാ. അതുകൊണ്ടല്ല, അവൻ ആൾ സ്ട്രേറ്റ് ഫോർവേഡാ. പിന്നെ അവൻ്റെ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ ഇഷ്യൂസ്, അത്രേ ഉള്ളൂ. അതല്ല, എനിക്ക് കുറച്ച് ആവശ്യമുണ്ടായിരുന്നു അവനെ കൊണ്ട്. ഇവൻ ഈ കൈക്കൂലൊന്നും മേടിക്കാത്തതുകൊണ്ട് എങ്ങനെ ചോദിക്കുമെന്നും അറിയില്ല. നമുക്കാണെങ്കിൽ ഒളിച്ചിരുന്ന് പറഞ്ഞ ശീലവും ഇല്ല. നീ അങ്ങനെയൊന്നും വിചാരിക്കണ്ട, നീ ചോദിച്ചാൽ മതി, അവൻ സഹായിച്ചോളൂ. അല്ലടാ, അവൻ്റെ ആ കോളേജിലെ പെണ്ണ് പ്രിയയുടെ കേസ് അതെന്തായി? ശരിക്കും നാറിയല്ലേ അവൻ? എടാ അതൊക്കെ പഴയ കോളേജ് എപ്പിസോഡ്സ് അല്ലേ? അല്ല, എനിക്ക് നമ്മൾ ഓടിയിടുന്ന ലൈൻ വലിക്കെങ്കിലേ ഇതുപോലെ നാറിയിട്ടൊന്നുമില്ല. നമ്മളൊക്കെ ഉപദേശിക്കുന്ന എന്തായിരുന്നു ഒരു കഴിവ്. എടാ അതൊക്കെ പഴയ കഥകളല്ലേ, നീ അതൊക്കെ വിട് വെറുതെ. ഛേ, ഞാൻ കുറച്ച് കുറ്റം പറഞ്ഞോട്ടറാ, നിനക്കെന്തൊരു സന്തോഷമില്ലാത്തത്? എടാ രശ്മി അകത്തോണ്ടാ. ഓ, നീ പഠിക്കണ്ട, നിന്റെ പഴയ കാര്യമൊന്നും ഞാൻ പറയില്ല. നീ ഒരു കാര്യം ചെയ്യ്, നീ പൊക്കോ. നാളെ പത്രം ഇടാൻ പോകല്ലേ? പൊക്കോ. വേണ്ട വേണ്ട, ഞാൻ ഇവിടെ നിൽക്കാം. വേണ്ട, നീ പൊക്കോ. അതാ നല്ലത്, നീ കഴിച്ചിട്ട് പൊക്കോ. എന്താ എന്താ ഇവിടെ ഒരു കൺഫ്യൂഷൻ? ഇല്ല, ബീഫിന് പെപ്പർ ഇടാൻ മറക്കണ്ടെന്ന് പറയായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കണ്ടെന്നാ നീ പറയുന്നത്? വേണ്ട. ശരി, യുവർ ചോയ്സ്, നോ കമ്പൽഷൻ. അല്ല ശരിക്കും നാളെ എന്താ പരിപാടി? നാളത്തെ രാവിലത്തെ മോർണിംഗ് ഇൻട്രസിറ്റിക്ക് കായംകുളം പോകണം. ഈ ക്യാഷിൻ്റെ പ്രശ്നം തന്നെ. അവൻ കറക്റ്റ് ടൈമിലാണ് ക്യാഷ് തന്നു. കുറച്ച് ആവശ്യമുണ്ടായിരുന്നു. നാളെ തന്നെ വരുമോ? നാളെ തന്നെ തിരിച്ചു വിടാം. ഓട്ടമാണ് മോനെ ജീവിതം. അതും യുവർ ചോയ്സ് അല്ലേ, നോ കമ്പൽഷൻസ്. അല്ല, നാളെ നിനക്കെന്താ പരിപാടി? എനിക്കെന്ത് പരിപാടി? രാവിലെ ഓഫീസ്, വൈകിട്ട് വീട്, SSDD.
ആസ് യൂഷ്വൽ സെയിം ഷീറ്റ് ഡിഫറെൻറ്റ് ഡേ അല്ലേ? സനൂപ് വരുന്നുണ്ടെന്നാ തോന്നുന്നത്. കണാപ്പം വന്നെന്ന് തോന്നുന്നു. ആ വരണം വരണം മിസ്റ്റർ സനൂപ് കരമ്പത്ത്. ഹലോ. ഹായ് സനു. സ്ഥിരം പറയുന്ന ഡയലോഗ് ആണെങ്കിലും നിന്നെ തല്ലിക്കൊന്നല്ല നീ ചാവില്ല. ഡേ ഇപ്പം നിന്റെ പൊട്ടത്തരത്തെ പറ്റി പറഞ്ഞതേ ഉള്ളൂ. പഴയ തൊട്ടി സ്വഭാവം തന്നെ. വെറുതെ അല്ലേ ഇവൻ നമ്മുടെ ഗ്രൂപ്പിലൊന്നും ഇല്ലാത്ത, കൂട്ടത്തിൽ ചേർക്കാൻ കൊള്ളില്ലല്ലോ. എടാ ഒരു ജ്യൂസ് കൂടെ. ആ സജി വന്ന് പോയല്ലേ? ടിനുവിടെ? അവൻ ഇപ്പോൾ വന്നിട്ട് പോയതേ ഉള്ളൂ. ഓ ടിനുവും ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. ഇന്നലെ അവൻ്റെ ഫ്ലൈറ്റ്. ഒരു 10 മിനിറ്റ്സ് ഓക്കെ. ആയിട്ട്. ഇതെന്ത് ഈ നിക്ക് ഓഫ് ടൈമിൽ ഇങ്ങനെ ഓടിപ്പടച്ച്? ഇന്നലെ അവൻ വിളിച്ചപ്പോൾ എനിക്ക് കാര്യമായിട്ട് സംസാരിക്കാനും പറ്റിയില്ല. അവനെല്ലാം നിന്നോട് പറഞ്ഞിട്ടുണ്ടെന്നാ പറഞ്ഞേ. എടാ അവൻ്റെ ആ സ്ഥല കച്ചവടം ഇല്ലായിരുന്നോ? ആ. അത് ആക്ച്വലി ഇന്നാണ് സെറ്റിൽ ആയത്. അപ്പോൾ അതിൻ്റെ ഓ. പൈസ ഇന്നാണ് കിട്ടിയത്. അതുമാത്രമല്ല അവൻ്റെ ഫ്ലൈറ്റും ഇന്നായിപ്പോയി. അപ്പോൾ എല്ലാം കൂടെ വന്നപ്പോൾ ഒരു അവിയൽ പരിപാടി. ഒരു പോലീസുകാരുടെ ഓഞ്ഞ ബുദ്ധിയിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? സത്യം പറയാലോ, നിനക്കിട്ടൊന്നും തരാൻ തോന്നുന്നുണ്ട്. ഞാൻ ഡിന്നർ അറേഞ്ച് ചെയ്യുന്നുണ്ട്. കഴിച്ചിട്ട് പോട്ടെ സനു. അയ്യോ ഏയ് വേണ്ട, എനിക്ക് ഇറങ്ങണം. പോലീസുകാരൻ്റെ പണിയല്ലേ, ഇങ്ങനെ കത്തി അടിച്ചിരിക്കാൻ നമുക്ക് പറ്റില്ല. എടാ നീ അവിടെ ഒന്ന് ഇരിക്കേ, ഇങ്ങനെ ധൃതി പിടിക്കല്ല ചെല. എന്തു പറയുന്നു അവൻ? അവൻ്റെ ലുക്കും ഫീലൊക്കെ മാറിയോ? താടി മീശയൊക്കെ വന്നോ അവന്? പിന്നെ കട്ടത്താടിയും കട്ട മീശയല്ലേ. ഉം. അല്ലടാ ഈ പോലീസുകാർക്ക് താടിയൊന്നും വെക്കാൻ പറ്റില്ലേ? ഇല്ല, പറ്റില്ല. ആ അതുകൊണ്ടാണ് ഞാൻ പോലീസിൽ കയറാത്തത്. ഇവൻ്റെ ഈ തൊട്ടിത്തരം മാറില്ലടാ. അത് ഈ ആളനുസരിച്ചാ. നേരത്തെ സജീൻ ടിനുവും വന്നപ്പോൾ ഞാൻ പക്ക ഡീസൻ്റ് ആയിരുന്നു. ടിനുമായിട്ട് സംസാരിക്കാറുണ്ട് ഇടയ്ക്കൊക്കെ. സജീമിനതേ ഇവനൊക്കെ ആയിരുന്നു ഔട്ട് ഓഫ് കവറേജ്. കേട്ടോടാ നീ മുങ്ങി നടക്കുവാന്ന്. അതാണ് ഈ ഓഫ്ലൈൻ. അതായിരുന്നല്ലേ. ഞാൻ ഓർത്തു പഴയ ഇവൻ്റെ ആ ലൈനില്ലേ അത് ഓഫായ കാര്യമായിരിക്കുമെന്ന്. ഇവൻ മിക്കവാറും വേടിക്കും എൻ്റെ കയ്യിൽ നിന്ന്. ടോപ്പിക്കും കയ്യിൽ നിന്ന് പോയി തുടങ്ങി. ഞാൻ കേൾക്കുന്നുണ്ട് കേട്ടോ. ബീഫിന് പെപ്പർ മറക്കണ്ട. ആ ശരി ശരി. ടോപ്പിക്ക് എന്നാ വേറെ പറയാം. നിന്നെ അവസാനമായിട്ട് കൈക്കൂലി കേസിനെ പിടിച്ചത്? നിന്റെ അച്ഛനെ പിടിച്ചില്ലേ ആ ദിവസം തന്നെ? ആ ഓക്കെ, സമാധാനമല്ലേ? എല്ലാം ഓക്കെ. എടാ ബീഫ് വേണ്ടി വരില്ല കേട്ടോ. എടാ ഇവനെയൊക്കെ നീ എന്തായാലും അവൻ നിന്ന് കാശെടുക്ക്. എടാ എടുക്കടാ, നീ ഒന്ന് അടങ്ങ്. നീ അത് കിട്ടിയാൽ അപ്പം തന്നെ പോവില്ലേ? നമുക്കൊന്ന് രണ്ട് പറഞ്ഞിരിക്കാന്നേ. എടാ പോലീസ് പണിയായി പോയില്ലേ, ഇങ്ങനെ ടൈം ഓഫ് ഒന്നും ഇല്ലടാ. എടാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ വിളിക്കില്ലേ? അതെന്തായാലും വിളിക്കും. പിന്നെ ഞാൻ ഈ ഇലക്ഷൻ്റെ ചില്ലറ പണിയായിട്ടേ ഇത്തിരി തിരക്കിലായി പോയി. അതെന്തായാലും ഒന്ന് തീർക്കണം. ഓ പണക്കാർക്ക് 2-3 മൊബൈലൊക്കെ ആവാലോ. ഓടാ പുല്ലേ, ഒന്ന് ഒഫീഷ്യലാടാ. ഒരെണ്ണം പേഴ്സണൽ വെച്ചില്ലെങ്കിലേ വല്ല വാട്സപ്പ് ക്ലിപ്പും മാറി ഫോർവേഡായി പോയാൽ തീർന്നില്ലേ? അങ്ങനെ വല്ലോ ക്ലിപ്പ് ഉണ്ടെങ്കിൽ ഇതാ എൻ്റെ ഈ നമ്പറിലേക്ക് അയച്ചോട്ടോ. എടാ ഇവനൊരു മെച്യൂരിറ്റി വന്നിട്ടില്ലേ? ഓ മച്ചൂരിറ്റി പിടുങ്ങി തിന്ന എല്ലാം തികഞ്ഞല്ലോ. എടാ നീയൊക്കെ ഒളിച്ചും പാത്തും പറയുന്നത് ഞാൻ പരസ്യമായിട്ട് പറയുന്നു, അത്രേ ഉള്ളൂ. എടാ ഈ വാട്സപ്പിൽ അലമ്പ് മെസ്സേജൊക്കെ ഫോർവേഡ് ചെയ്താൽ ഗ്രൂപ്പ് അഡ്മിനെ പിടിക്കുന്നു പറയുന്നത് സത്യമാണോ? ഉറപ്പായിട്ടും പിടിക്കും. അപ്പം അവൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ആരുടെ? ഇല്ല അത് വേറെയാ. എടാ ഇവൻ എനിക്ക് പണിയാവൂ? ഛേ ഏയ് ഇല്ലല്ലോ. എടാ ഇനി ഇരുന്നാൽ ശരിയാവില്ല. നീ എന്തായാലും ക്യാഷ് എടുക്ക്. ശരി രേഷ്, എടാ ക്യാഷ് ഒന്ന് എടുക്കുമോ? ആ ആ എടാ എണ്ണി നോക്കിയിരുന്നോ? ആ ഞാനേ മറ്റേ ആ നോട്ട് എണ്ണുന്ന മെഷീൻ വീട്ടിൽ വെച്ച് മറന്നു. അതുമല്ല കൈ കൊണ്ട് തന്നെ ശീലമില്ല. ഒന്ന് എണ്ണി നോക്കുന്നതാണ് ബെറ്റർ. ഇത് ഇവിടെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ നീ ഇപ്പം പോകും. എടാ നീ ടെൻഷൻ അടിക്കണ്ട. നല്ല ബീഫ് പേപ്പറിൻ്റെ സ്മെല്ല്. എടാ നമ്മുടെ പഴയ തൊടുപുഴ കള്ളശാപ്പർ വേണ്ടോ? ആ എൻ്റെ അമ്മോ, ഒരു പി കള്ളു കുടിച്ചിട്ട് ഇവൻ കാണിച്ച ഓവർ ഷോ. ഓ എടാ നേരെ ചൊവ്വയിരുന്ന എന്നെ. അയ്യോ നീ കൂടുതലൊന്നും പറയണ്ട. അന്ന് ഇവൻ കാണിച്ചത് ഒടുക്കത്തെ ഓവർ ഷോ ആയിരുന്നു. എടാ മറ്റവനെ ഞാനാ ഓവർഷോ കാണിച്ചേ. എടാ എന്തുവാണിത്? 10 വർഷം മുമ്പത്തെ കാര്യം പറഞ്ഞു ചുമ്മാ പിള്ളേർ. എടാ ഇനി എന്നാൽ ശരിയാവില്ല, എനിക്ക് ഇറങ്ങണം. ഞാൻ പറഞ്ഞില്ലേ ആ ഇലക്ഷൻ കാരനെ ചില്ലറ പണിയുണ്ട്. ഉറപ്പാണോ? ഉറപ്പായിട്ടും പോകണം. ശരി, ആ പോലീസല്ലേ, വിടുന്നു. എടാ ഒന്ന് എണ്ണി നോക്കിയേക്കാം. എനിക്ക് ഉറപ്പായിരുന്നു ഇവൻ എണ്ണൂന്ന്.
അല്ലടാ ഉണ്ണിക്കട്ടാ, നീ ഉണ്ടെന്നില്ലേ? ഛേ, ഈ 5-6 ലക്ഷമൊക്കെ എണ്ണി തീരുമ്പോൾ ഒരു സമയമാവും മോനെ. ഭയങ്കര എണ്ണലാണല്ലോ. എത്ര ലക്ഷം ഉണ്ടെങ്കിലും എണ്ണി നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങളാരും കൗണ്ട് ചെയ്തില്ല അല്ലേ? ഇല്ല. അല്ല, എണ്ണത്തിലെന്തായാലും കുറവാണില്ല. പിന്നെ ഇത് മൊത്തം കള്ളനാ. വാട്ട്? ഈ ബണ്ടിൽ മുഴുവൻ കള്ളനോട്ടാണ്. നീ ചുമ്മാ കളിപ്പിക്കാൻ പറയല്ലേ? കളി തമാശ ഒന്നും പറഞ്ഞല്ല. നീ ചുമ്മാ തമാശ പറയാം. എടാ, ഞാൻ പോലീസാ. ഇതുമാതിരി ഒരുപാട് കേസുകൾ ഡെയിലി കാണുന്നതാ. ദേ, രണ്ടുപേരും ഒന്ന് തൊട്ട് നോക്ക്. എടാ, നീ തമാശ പറയുമല്ലോ അല്ലേ? ദാ നോക്ക്. എടാ ശരിയാടാ, നല്ല വ്യത്യാസമുണ്ട്. എടാ, എനിക്ക് തന്ന ക്യാഷ് നോക്കി. കൊള്ളാം, എല്ലാം കള്ളൻ. എടാ നമ്മുടെ പണ്ടിലൊന്നും നിർത്തി. ആ എടാ, ഇത് പണിയായോ? നിനക്ക് എത്ര തന്നേക്കണേ? 6 ലക്ഷം രൂപയുണ്ടാ. ആ, മനോഹരം. 6 ലക്ഷത്തിന്റെ കള്ളൻ. എടാ ഇതൊന്നും നോക്കിയേ, ഇതാ ഞങ്ങളുടെ പണ്ടിൽ. കള്ളൻ. എടാ, ഇവൻ എന്താടാ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എടാ നീ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയേ. ആ, ഗൂഗിൾ ചെയ്ത് നോക്കിക്കോ, അത് നല്ല ഓപ്ഷനാ. ഇതാ ഒറിജിനൽ. എടാ, ഇതിന്റെ ടച്ച് എലമെന്റ് ഒക്കെ മിസ്സിങ്ങാ. പിന്നെ തിരിക്കുമ്പോ ഗ്രീൻ കളർ ഒന്നും വരുന്നില്ലടാ. എടാ നോക്ക്, എഴുതിയിരിക്കുന്നതും ക്ലിയർ അല്ലടാ. ഞാൻ ഇനി എന്ത് ചെയ്യും? ഞാൻ ഈ പൈസ കിട്ടിയ സന്തോഷത്തിലായിരുന്നു. തീർക്കാൻ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇത്രയും പെട്ടെന്ന് ഇത്രയധികം 2000 നോട്ട് വരുമോ? എടാ, ഇതുപോലെയുള്ള മണ്ടന്മാരെ പറ്റിക്കാനേ ഇതൊക്കെ തന്നെ ധാരാളം മതി. കള്ളനോട്ടൊക്കെ ആവശ്യത്തിന് ഇറങ്ങുന്നുണ്ട്. എടാ സനുബേ, നമ്മളിനി എന്താ ചെയ്യണ്ടേ? ഒരു മറ്റേതും ചെയ്യാനില്ല. അവനെ അത്താക്കാനുള്ള വഴി നോക്കാം ആദ്യം. ഇതിപ്പോ നമ്മളെ കൂടി കൊടുക്കാനുള്ള അവന്റെ ഉദ്ദേശം ശരിയല്ല. അവൻ പൈസ തരണ്ടായിരുന്നു ഇതിലും ഭേദം. അവൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ശരിയാ, പൊന്നം മറ്റവൻ. എടാ, അവൻ ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പ് ആരെയെന്ന് വെച്ചാൽ വിളി, അവനെ പൊക്കണം. എടാ പ്ലീസ് ഒന്ന് വെയിറ്റ് ചെയ്യേ. എന്താടാ? ഒന്ന് വെയിറ്റ് ചെയ്യേ നിങ്ങൾ പ്ലീസ്. എടാ ജസ്റ്റ് ഒരു തോട്ട്. എടാ ഒരൊറ്റ ഓപ്ഷൻ. എടാ അവൻ നമുക്കിട്ട് പണിതിട്ട് പോയതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എടാ അവൻ അറിയാതെ പറ്റിയതാണെങ്കിലോ? എടാ, ഞാനിതുപോലെ ഒരുപാട് കേസുകൾ ഡെയിലി കാണുന്നതാ. അവനിത് ചെയ്തേക്കാം. അനിയൻ ചേട്ടനെ പറ്റിക്കുന്നു, മോൻ അച്ഛനെ പറ്റിക്കുന്നു, ഭാര്യ ഭർത്താവിനെ. ഇതിപ്പോ നമ്മുടെ കൂട്ടുകാരൻ നമ്മളെ പറ്റിച്ചു. അവനെ അറിയാതെ പറ്റിയതാന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഒരറിയാതെയോ അല്ല. സനുബേ, നീ ആരെയാന്ന് വെച്ചാൽ വിളി. എടാ നിക്കണം, വെയിറ്റ് പ്ലീസ്. എടാ എടാ നമുക്ക് അവനെ തന്നെ ആദ്യം ഒന്ന് വിളിച്ചു നോക്കാമല്ലോ. ശരി, എന്നാ വിളി. സ്വിച്ച് ഓഫ്. സജി ഫോണിൽ ചാർജില്ലെന്ന് പറയുന്നുണ്ടായിരുന്നു. എടാ, സനു പറയുന്നതിലും കാര്യമുണ്ട്. നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യരുത്. പെട്ടെന്ന് വേണം. ആരെയെന്ന് വെച്ചാൽ വിളിച്ച് അവനെ പൂട്ടണം. എടാ നിങ്ങളൊന്ന് അടങ്ങ് പ്ലീസ്. എനിക്ക് നിങ്ങൾ പറയുന്നത് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവനിത് കള്ളത്തരം കാണിക്കാനാണ് ഇത് തരാതെ പോയാൽ പോരെ. അത് മാത്രമല്ല, നീ പോലീസാണ്. അവൻ കള്ളനോട്ട് നിന്ന് അവനെ പിടിക്കുമെന്ന് അവനെന്താ മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലേ? അത് മാത്രമല്ല, എടാ അവന് തന്നിട്ട് പോകുമ്പോൾ എന്തെങ്കിലും ഒരു കള്ളത്തരം അവൻ്റെ മുഖത്തുണ്ടായിരുന്നു. എത്ര സന്തോഷമായിട്ടാണ് അവനത് തന്നിട്ട് പോയത്. ഉറപ്പായിട്ടും ഹാപ്പി ആവുമല്ലോ. എടാ അതുകൊണ്ടല്ലടാ, ഇത് കള്ളത്തരം കാണിച്ച അവനെ നീ പിടിക്കുമെന്ന് അവനറിയാലോ. പിന്നെന്താ? അതാണല്ലോ അവൻ നേരത്തെ പോയേ.
സനൂപേ, നീ ആരെയാന്ന് വെച്ചാൽ വിളി, ഇല്ല ഞാൻ 100 ഡയൽ ചെയ്യാം. എടാ ഉണ്ണി, അവൻ നിനക്ക് ഇതിൽ നിന്ന് 1 ലക്ഷം രൂപ എക്സ്ട്രാ തന്നിട്ടല്ലേ പോയെ? പിന്നെ നീ എന്തിനാ ഇങ്ങനെ പറയുന്നത്? എന്ത്? എടാ, അവൻ്റെ കയ്യിൽ ഒരു അഡീഷണൽ 1 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. ആ ക്യാഷ് ഇവിടെ വെച്ചിട്ട് പോകാനാണ് പറഞ്ഞത്. അപ്പം ഞാനാ പറഞ്ഞത് അവനോട് അവിടെ കൊണ്ട് സൂക്ഷിച്ച് ചിലവാക്കണമെന്ന്. പിന്നെ അവൻ നിർബന്ധിച്ച് ഇവിടെ വെച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ. പിന്നെ ഇവനത് പിടിച്ചു വാങ്ങിച്ചത്. ഓഹോ, അത് ശരി. അപ്പം എനിക്ക് ഇനി ഒരു സംശയമില്ല. നിനക്ക് കിട്ടേണ്ട പണിയാ ഞാൻ ചോദിച്ചു വാങ്ങിയത്. ആ 1 ലക്ഷം രാജുവിന് കൊടുക്കാമെന്ന് പറഞ്ഞതാ, ഞാൻ അത് ചോദിച്ചു വാങ്ങി. അയ്യോ, ടിനു പൈസ കൊണ്ട് പോയിരിക്കുകയാണല്ലോ. ടിനു പൈസ എവിടെയും കൊടുത്തതാണോ? ആ. അതും ഇനി കള്ളനാണെങ്കിലോ? അത് ഉറപ്പായിട്ടും കള്ളനായിരിക്കും. രാജീവ്, ആ ടിനു, എടാ നീ എവിടെയാ? ഇവിടെ അടുത്തോ? ആ എടാ, നീ അതിൽ നിന്ന് പൈസ വല്ലതും എടുത്തായിരുന്നോ? ഓക്കെ. എടാ, നീ പാനിക്കൊന്നും വേണ്ട. നീ ഒന്ന് വേഗം ഇവിടം വരെ വരണം. എടാ, നീ സ്പീക്കറിലൊന്നും അല്ലല്ലോ? എടാ, സജിത് തന്നിട്ട് പോയ ക്യാഷ് കംപ്ലീറ്റ് ഫേക്കാ. എടാ, നീ പാനിക്കൊന്നും വേണ്ട. ഇവിടെ സനൂപ് ഉണ്ണിയൊക്കെ ഉണ്ട്. നീ ഒന്ന് വേഗം വാ. ശരി. അവനിവിടെ തൊട്ടടുത്ത് ബാറ്റ ഷോറൂമിലുണ്ട്. അവൻ്റെ ആ നമ്പർ കൊള്ളാലോ. യാത്രാ ചെലവിനുള്ള കാശ് കയ്യിലുണ്ട്. ഇന്നാ പിടിച്ചോ എക്സ്ട്രാ ക്യാഷ്. എടാ, അതിലെന്താടാ നമ്പർ? എടാ, നിനക്ക് ഇത്ര കോമൺ സെൻസ് ഇല്ലേ? എടാ, ഞാൻ ഫോഴ്സ് ചെയ്തിട്ടില്ല അവനെ ക്യാഷ് ഇവിടെ വെച്ചിട്ട് പോയത്. ഇല്ലെങ്കിൽ അവൻ വേറെ ടെക്നിക്ക് ഇറക്കിയേനെ. എടാ, ടിനിയും കൂടെ വരട്ടെ. ഇതെന്തായാലും വെറുതെ വിടാൻ പറ്റില്ല. എടാ, എന്ത് വെറുതെ വിടാൻ പറ്റില്ലെന്ന്? നീ ഒന്നടാ എനിക്ക്. എടാ, നിനക്കെന്താ അവനെ രക്ഷിക്കാൻ ഇത്ര ഇൻട്രസ്റ്റ് എനിക്ക് വിട്ടിട്ടാണല്ല. എടാ, നീ പോലീസായിട്ടൊന്നും ചിന്തിക്കാതെ. എടാ ഉണ്ണി, എനിക്കറിയാം നിനക്ക് ക്യാഷിൻ്റെ ആവശ്യമുണ്ടെന്ന്. എടാ, അവനിതൊക്കെ തന്നിട്ട് എങ്ങോട്ട് മുങ്ങാനാ? ഈ കാലത്ത് നമുക്ക് എവിടെ പോയാലും ട്രാക്ക് ചെയ്ത് കണ്ടുപിടിക്കാനൊക്കെ പറ്റത്തില്ലേ? എടാ, നിങ്ങളെപ്പോലെയല്ല. എനിക്ക് അവനുമായിട്ട് നല്ല കണക്ഷൻ ഉണ്ടായിരുന്നു ഇതിനു മുമ്പേ. അവൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് നിങ്ങളൊക്കെ കുറച്ചുകൂടെ നന്നായിട്ട് അറിയാം. അതുകൊണ്ടായി പറയുന്നേ. അവൻ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല ഇതൊക്കെ ചെയ്തത്, അതെനിക്ക് ഉറപ്പാ. അവൻ ശരിക്കും ആ പൈസ കൊണ്ട് പോകാനിരുന്ന ഞാൻ പറഞ്ഞിട്ടാ അവൻ ആ പൈസ ഇവിടെ വെച്ചിട്ട് പോയത്. എടാ ഉണ്ണി, നീ കണ്ടതല്ലേ അവനിത് ഇവിടെ വെച്ചിട്ട് പോയപ്പം അവൻ്റെ മുഖത്തെ സന്തോഷം. എന്തെങ്കിലും കള്ളത്തരം കാണിക്കാനാണെങ്കിൽ അവനിത് ഇവിടെ വെച്ചിട്ട് പോകേണ്ട കാര്യം എന്താ? അതവൻ ഉറപ്പായിട്ട് ഹാപ്പി ആയിരിക്കുമല്ലോ. എനിക്ക് ഓർമ്മയില്ല. അറ്റ്ലീസ്റ്റ് കൂടുതൽ പൈസ തന്നപ്പോഴേലും ഞാൻ ഓർക്കണ്ടായിരുന്നു. എനിക്കതല്ല, യാത്രക്കുള്ള പൈസ മുന്നേ റെഡിയാക്കി വെച്ചായിരുന്നെന്ന്. എടാ രാജീവ്, ഇതിൽ കൂടുതൽ നിനക്ക് എന്ത് തെളിവാ വേണ്ടത്? അല്ല ഉണ്ണി, സോറി, ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലെ വിഷയമാണ്. എന്നാലും എനിക്കും സജി എല്ലാവരും ഇങ്ങനെ ചതിക്കുമെന്ന് തോന്നുന്നില്ല. രശ്മിക്ക് ഒരു പക്ഷേ ഇങ്ങനത്തെ അനുഭവങ്ങൾ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇമാതിരി ടീംസിനെ ഞാൻ ഡെയിലി കാണുന്നതാണ്. അവനിപ്പോൾ എയർപോർട്ടിലേക്ക് തന്നെയാണ് പോയേക്കണത്. എനിക്കത്ര വിശ്വാസം പോരാ. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എനിക്ക് അവനെ കൂടുതൽ നന്നായിട്ട് അറിയാമെന്ന്. അവൻ എയർപോർട്ടിലേക്ക് തന്നെയാണ് പോയത്, അതെനിക്ക് ഉറപ്പാണ്. ഞാനിപ്പോൾ അറിയിക്കേണ്ടവരെ അറിയിക്കണോ വേണ്ടയോ? എടാ, ഞാനൊന്നുകൂടെ സജി ട്രൈ ചെയ്യട്ടെ. ടിനു ഇപ്പോൾ വരുമല്ലോ. സ്വിച്ച് ഓഫ് ആണ്. ആയിരിക്കുമല്ലോ. എടാ, എപ്പോഴാണ് അവൻ്റെ ഫ്ലൈറ്റ്? ഏതാ എയർലൈൻ? ഞാൻ മറന്നു. എറ്റിഹാഡ് ആണെന്ന് തോന്നുന്നു. എപ്പോഴാണ് ടൈം? ഓർമ്മയില്ല. എന്താണ് നിനക്ക് ആകെ ഒരു കൺഫ്യൂഷൻ? എന്ത് മനസ്സിലായില്ല? അല്ല, നിനക്ക് അവൻ്റെ എന്ത് കാര്യം അറിയാമെന്നാ പറഞ്ഞേ? പല പ്രശ്നങ്ങളും അറിയാം. നിന്നോട് പറയാൻ സൗകര്യമില്ലെങ്കിലോ? എന്നോട് നീ ഇപ്പൊ ഒന്നും പറയണ്ട. പറയേണ്ട സമയത്ത് പറഞ്ഞാൽ മതി. എന്തായാലും നമുക്ക് നോക്കാം. ഇതിനും കൂടി വരട്ടെ. ഫ്ലൈറ്റ് എങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ. ടിനു ഇപ്പോൾ എത്തുമായിരിക്കും അല്ലേ? ബാറ്റ തൊട്ടപ്പുറത്തല്ലേ? ഞാനെന്തായാലും ഒന്ന് പുകച്ചിട്ട് വരാം. ഓരോ കോപ്പിൽ ഇടപാടുകൾ. എടാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ ഈ പൈസ മൊത്തം പിടിച്ചു കൊടുത്താൽ നമുക്ക് ആ ടിനു വാ ഹരി. ആ സനുപേ, ടീനു ഇരിക്കടാ. എന്തുവാടാ അതൊക്കെ? എന്ത് പറയാനാ? ഞാനേ പെട്ടില്ലെന്നേ ഉള്ളൂ.
ഒരു 5 മിനിറ്റ് കൂടെ വൈകിയിരുന്നെങ്കിൽ നോക്കിയേ, ഇത് കള്ളനാണോ? ഭാഗ്യം, ഇതും കള്ളനാ. നീ കൃത്യസമയത്താ അറിയിച്ചേ. ഞങ്ങളറിഞ്ഞു, കൈയോടെ നിന്നെ അറിയിച്ചു. ഉറപ്പാണോ? എന്നാ തൊട്ട് നോക്കിക്കോ. എന്നാ സംശയമുണ്ട്, ഐഡന്റിഫിക്കേഷൻ ടെക്നിക്സ്. തൊട്ട് നോക്കിയാൽ തന്നെ അറിയാം. ഛേ, നമ്മൾ എന്തൊരു മണ്ടത്തര കാണിച്ചു. അപ്പോഴേ എണ്ണി നോക്കിയിരുന്നെങ്കിലോ. ഞാനാ ധൃതിയിൽ, ഞാൻ സാധാരണ അങ്ങനെ മിസ്റ്റേക്സ് വരുത്തുന്നല്ല. ഛേ, അതുപോലെ അവനും നല്ല തിരക്കിലല്ലായിരുന്നു. സനുപേ, നമ്മളിനി എന്താ ചെയ്യുക? എളുപ്പമാണ്, അതോറിറ്റീസിനെ അറിയിക്കുക, അവനെ പിടിച്ച് അകത്തിടുക, അത്രേ ഉള്ളൂ. ഇനി വൈകില്ലേ, അവൻ പറക്കും. രാജീവേ, എന്താ വേണ്ടേ? എടാ, പെടുത്താൻ എളുപ്പമാണ്. നമ്മളൊരു സെക്കൻഡ് തോട്ട് കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. എടാ, ഇനി പെടുത്തിയെന്ന് തന്നെ ഇരിക്കട്ടെ, നമുക്കും അതിനകത്ത് ഇൻവോൾവ്മെൻറ്റ്സ് ഉണ്ടെന്നല്ല എൻ്റെ അർത്ഥം. അതുമല്ല, ഈ ഡീലൊക്കെ എൻ്റെ വീട്ടിൽ വെച്ചല്ലേ നടക്കുന്നത്. എടാ, എന്നിട്ട് വേണം പോലീസും പട്ടാളമൊക്കെ കയറി ഇറങ്ങി നടങ്ങാൻ. വെറുതെ ആൾക്കാരുടെ ഇടയ്ക്ക് ടോക്സ് ആവും. ഇവനോട് തന്നെ ഞാനിപ്പോൾ ക്യാഷ്വൽ ഡ്രസ്സ് വരാൻ പറഞ്ഞ എന്തിനാ? ആൾക്കാർ എന്തൊക്കെയാ പറയുന്നറിയോ? ഓഹോ, അത് ശരി. അതെന്താടാ, പോലീസുകാർ പറഞ്ഞാൽ അത്രയ്ക്ക് മോശമാണോ? എടാ, മോശമാണെന്നല്ല. എടാ, ഇതൊരു റെസിഡൻഷ്യൽ കോളനിയാണ്. ഇവിടെ വെറുതെ പോലീസുകാരൊക്കെ കയറി ഇറങ്ങി ആൾക്കാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ വെറുതെ അതും ഇതും പറഞ്ഞോളൂ. അല്ല, നീ ഇപ്പം നിന്റെ ലോക്കൽ ഇമേജ് ഓർത്തിട്ടാണോ അത് അവനിങ്ങനെ ചെയ്യില്ല എന്ന് ഓർത്തിട്ടാണോ വേണ്ടാന്ന് പറഞ്ഞേ? രണ്ടും. ഇവനെയൊക്കെ ആ, ഇതേ വരാം. നിങ്ങൾ തീരുമാനിച്ചോ? എനിക്ക് പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. കേട്ടപ്പോൾ തന്നെ കിളി പോയി. ആ ടെൻഷൻ അടിച്ച് എവിടെ വരെ വന്ന്. പിന്നെ വൈഫും മോളും വെയിറ്റിംഗ് ആണ്. ഒരു പ്രീ പ്ലാൻ പ്രോഗ്രാം ഉണ്ട്. പിന്നെ അവൻ അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തതെങ്കിൽ വിടരുത് അവനെ. അത്രേ ഉള്ളൂ. പോയിട്ട് വരാടാ. ശരി, ഓക്കേടാ. ശരി. എടാ, ഞാൻ എന്ന കാര്യങ്ങളിലേക്ക് കിടക്കട്ടെ. നിന്റെ ഇഷ്ടം, അല്ലാണ്ട് ഞാനെന്ത് പറയാനാ? എടാ, നീ എൻ്റെ കാര്യം കൂടെ ആലോചിക്കണം. നീ ഒന്നുമില്ലെങ്കിൽ ഒരു പോലീസല്ലേ? നിനക്കറിയാം ഇത് കേസും പള്ളിക്കൊട്ടൊക്കെ ആവുമെന്ന്. പിന്നെ പോലീസുകാരും കേസൊക്കെ ആയിട്ടും ഞാൻ ഇതിൻ്റെ പുറകെ തൂങ്ങിട്ട് വരും. എടാ, അത് മാത്രമല്ല, നിനക്കൊക്കെ തോന്നുന്നുണ്ടോ അവൻ നമുക്കിട്ട് പണിതിട്ട് പോയതാന്ന്? നിനക്കെന്താണ് എത്ര സംശയം? എടാ, സംശയത്തിൻ്റെ അല്ല. അതിപ്പോൾ നീ ആയാലും ഇവനായാലും ശരി, ടിനു ആയാലും ശരി, ആരെങ്കിലും ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് എനിക്ക് വിചാരിക്കാൻ പോലും പറ്റുന്നില്ല. അത് മാത്രമല്ല, അവനെ നിങ്ങളെക്കാൾ കുറച്ച് കൂടുതൽ നന്നായിട്ട് എനിക്കറിയാം. വളരെ ഡീപ്പായിട്ടും അറിയാം. അത് ഇതിൻ്റെ സോഴ്സൊക്കെ വളരെ ക്ലിയറാണ്. അവനാണെങ്കിൽ ഡീൽ ചെയ്ത് ബുറായ്മി ഗ്രൂപ്പുമായിട്ട്. അതുമാത്രമല്ല, അതിനകത്ത് കുറച്ച് അണ്ടർ ടേബിൾ ബിസിനസ്സും നടന്നിട്ടുണ്ട്. ഓഹോ, നിനക്ക് ഇത്രയൊക്കെ അറിയാമായിരുന്നോ? അറിയായിരുന്നു. എന്തേ? എടാ, ഇത്ര എമൗണ്ട് ഹാർഡ് ക്യാഷ് ആയിട്ട് കയ്യിൽ കിട്ടുമ്പോൾ അതിലെന്തെങ്കിലും ഉടായ്പ കാണുമെന്ന് നീ ഓർക്കണ്ടേ? എടാ, നിന്നെയൊക്കെ ഇന്നലെ വിളിച്ച് പറഞ്ഞ കൂട്ടത്തിൽ എന്നോട് പറഞ്ഞ കാര്യമാണ് ഇതൊക്കെ. അല്ലാണ്ട് നീയൊക്കെ വിചാരിക്കുന്ന പോലെ അല്ല. എനിക്കറിയായിരുന്നു. അതിനിപ്പോൾ എന്താ? എടാ, ഒന്നാമത്തെ ഈ ബ്ലാക്ക് കറൻസി ഫൈറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ സർക്കാരും ലോ എൻഫോഴ്സ്മെന്റും ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. ഈ ഞാനും അതിൻ്റെ ഒരു ഭാഗമാണ്. എടാ, ഇതറിഞ്ഞാൽ നാട്ടിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഒരുപക്ഷെ നിങ്ങളെക്കാൾ നന്നായിട്ട് എനിക്കറിയാം. ആ നമ്മൾ തന്നെ ഇങ്ങനെ ചെയ്താൽ അതെങ്ങനെ ശരിയാവും? പിന്നെ നിന്നെപ്പോലെ ഇത്ര വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ബോധമുള്ള ഒരുത്തൻ തന്നെ ഇതൊക്കെ പോലീസിനെ അറിയിക്കാനും കേസാക്കാനും മടിക്കുന്നു. അതും ഈ ഞാനുണ്ടായിട്ട് പോലും. ആ, കൊള്ളാം. എടാ, കുറച്ച് മുമ്പ് വരെ ഇത് ഒറിജിനൽ നോട്ടാണെന്ന് വിചാരിക്കുന്ന സമയത്ത് ആ സമയത്ത് ദേശഭക്തി വികാരം ഒന്നും കണ്ടില്ലല്ലോ. എടാ, ഇത് അതിനേക്കാൾ വലിയ പ്രശ്നമാണ്. നിനക്ക് മനസ്സിലാവണല്ലേ? എടാ, ഒന്നാമത്തെ ഇത്രയും ക്യാഷ് ഇവിടെ വച്ചിട്ട് പോയത് അതിൽ തന്നെ എനിക്ക് നല്ല സംശയമുണ്ട്. അതും എക്സ്ട്രാ ക്യാഷ്, അതിന് ഇവൻ പറഞ്ഞിട്ടാണെങ്കിൽ പോലും. രണ്ടാമത്, അവൻ എയർപോർട്ടിലേക്ക് തന്നെയാണോ പോയേക്കണേന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, നാളെ അവനോട് ദുബായ് എയർപോർട്ടിൽ നിന്ന് ഒരു സെൽഫി എടുത്ത് അയച്ചു തരാൻ പറ. അല്ല പിന്നെ എടാ സനൂപേ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇതിപ്പോൾ നീ പോലീസിനെ പറഞ്ഞ് പിടിപ്പിച്ച ഈ മൊത്തം കാശ് പോവോ? പോവും, ഉറപ്പായിട്ടും പോവും. പോകണമല്ലോ. ആ, എന്നാൽ ശരി, ഞാനേ ഇന്നൊരു കെട്ട് മാറ്റി വെക്കട്ടെ. ഉണ്ണി, നീ തമാശ കളിക്കല്ലേ? എടാ, നമ്മളെപ്പോലുള്ള ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്ന നിലയ്ക്ക് കൂടി ചിന്തിക്കണം. ഇതിന്ന് ഒരു കെട്ടും മാറ്റി വയ്ക്കാൻ പറ്റില്ല. ബെസ്റ്റ്, ഇതിപ്പോൾ പിടിച്ചതേക്കാട്ടും വലിയതാണല്ലോ അളയിൽ. എടാ വിവരദോഷി, നീ ഇത് ചിലവാക്കാൻ നോക്കിയാൽ നീ പെടും.
ചുമ്മാ മണ്ടത്തരം കാണിക്കല്ലേ. മോനെ, കാശില്ലാത്തവന് ബുദ്ധിത്തരം മണ്ടത്തരമൊന്നുമില്ല. അവൻ അക്കൗണ്ടറായിട്ട് 11 ലക്ഷം രൂപ തരാറുണ്ട്. ഇതിൽ 1 ലക്ഷം രൂപ മാറ്റി വെച്ചോണ്ട് ആരും അറിയാനില്ല. നീയൊന്ന് അടങ്ങ്. കൊള്ളാം. അവനപ്പം അടുത്ത ട്വിസ്റ്റും കൊണ്ട് ഇറങ്ങിയേക്കുക. നിന്റെ സ്ഥിരം തമാശ കാണിക്കല്ലേ. ഇതിൽ നിന്ന് 1 ലക്ഷം എന്നല്ല 5 പൈസ മാറ്റി വയ്ക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവനെ പെടുത്തുകയും ചെയ്യും, ഈ പൈസ മുഴുവൻ അതോറിറ്റീസിനെ ഏൽപ്പിക്കുകയും ചെയ്യും. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നീ അവനെ പെടുത്തുവോ ആരെയാന്ന് വെച്ചാൽ വിളിച്ചോ, എന്താണെന്ന് ചെയ്തോ. ഇതിൽ 1 ലക്ഷം രൂപ ഞാൻ മാറ്റി വെക്കും. ഉണ്ണി കളിക്കല്ലേ, നീ തമാശ വിട്. ഞാൻ തമാശ കളിക്കില്ലെങ്കിലോ, നീ നിന്റെ കാര്യം നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞല്ലോ, അവൻ അക്കൗണ്ടറായിട്ട് 11 ലക്ഷം രൂപ തരാറുണ്ട്. അതിൽ 1 ലക്ഷം രൂപ ഞാൻ മാറ്റി വെക്കും. അത്ര തന്നെ. കൊള്ളാം, നല്ല കൂട്ടുകാരൻ. ഇങ്ങനെ പണിതിട്ട് പോകുന്നതിനെക്കാട്ടും നല്ലതാ. എടാ, ഇത് പറഞ്ഞ് വേറെ ലെവലിലേക്കാണല്ലോ പോകുന്നത്. നിനക്കിപ്പോൾ അവൻ്റെ പൈസയും വേണം, അവനെ പെടുത്താൻ വേണം അല്ലേ? എടാ വെയിറ്റ്, ഞാൻ പറയുന്നത് നിങ്ങൾ രണ്ടുപേരും ഒന്ന് കേൾക്ക്. എടാ രാജീവേ, ഇതവൻ നമുക്കിട്ട് പണിതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ആസ് എ പോലീസ് ഓഫീസർ മാത്രമല്ല, നമ്മളിപ്പോൾ ചെയ്യേണ്ട എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എത്രയും പെട്ടെന്ന് അതോറിറ്റീസിനെ അറിയിക്കുക, ഈ ക്യാഷ് അവർക്ക് കൈമാറുക. അതെന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നം വരാതെ ഞാൻ നോക്കിക്കോളാം. ഉണ്ണി, നീ ഇത് ചിലവാക്കുമെന്ന് വിചാരിച്ചിരിക്കണമെങ്കിൽ ഇതിൽ നിന്ന് 1000 നോട്ട് ചിലവാക്കുമ്പോൾ തന്നെ നീ പിടിക്കപ്പെടും. അത് നമുക്ക് എല്ലാവർക്കും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ഞാൻ പറയുന്ന പോലെ ചെയ്യുന്നതാണ് എല്ലാവർക്കും നല്ലത്. ഞാൻ ഉറപ്പ് തരാം, നിങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നം വരാതെ ഞാൻ നോക്കിക്കോളാം. എടാ, നമ്മൾ അറിഞ്ഞുകൊണ്ടൊരു രാജ്യദ്രോഹ കുറ്റം ചെയ്യണോ? എടാ, ഞാൻ നീ പറയുന്നതൊക്കെ സമ്മതിച്ചു. വളരെ അൺബാസ്ഡ് ആയിട്ട് പറഞ്ഞാൽ നീ പറയുന്നതാണ് ശരിയും. എടാ, നിങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പം വരാത്ത രീതി ഞാൻ ഇത് മുറിച്ച് ചിലവാക്കിയാൽ പോരെ? അതിന് കുഴപ്പമുണ്ടോ? എടാ, ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലാവണല്ലേ? എടാ, എനിക്ക് മനസ്സിലായി. ഞാൻ എടാ സജി, എടാ നീ പോയില്ലേ? എടാ അത് പിന്നെ എൻ്റെ സനൂപേ, എന്താണ് പുല്ല നിന്റെ പ്രശ്നം? നീ എന്താ പോലീസ് കളിക്കണോ? നിനക്കൊന്നും അറിയില്ലാന്നായിരിക്കുമല്ലേ? എടാ ഇവനെന്ത് കോപ്പായി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അപ്പൊ നീ ഒന്നും അറിഞ്ഞോണ്ടല്ല. എടാ എന്താന്ന്? എടാ ഇവൻ പറയുന്നത് രാജീവൻ, ഞാൻ പറയുന്നതല്ല, നീ അവനോട് കാര്യം പറ. എടാ സംഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നീ തന്ന കറൻസി കംപ്ലീറ്റ് ഫേക്ക് ആയിരുന്നു. മുഴുവൻ കള്ളനോട്ടാണ്. എടാ എന്താടാ ഈ പറയുന്നത്? നിനക്കൊന്നും അറിയില്ല. അവനൊന്ന് പറയട്ടെ. എടാ ദൈവത്തിനാണ്, എനിക്കൊന്നും അറിയത്തില്ല സത്യമായിട്ടും. നിങ്ങക്ക് എന്നെ അറിഞ്ഞൂടെ? ഞാൻ എന്തിനാ നിങ്ങളെ പറ്റിക്കുന്നത്? നീ അപ്പൊ മുങ്ങാൻ നോക്കിയതല്ല. എടാ മുങ്ങാനോ? കൊള്ളാം, അതിനാണോ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വന്നേ? എടാ നമ്മളൊക്കെ എവിടെ പോയാലും കോണ്ടാക്റ്റിലുള്ളവരല്ലേ. ഞാൻ ഈ ലോകത്തുനിന്ന് മാഞ്ഞൊന്നും പോവില്ലല്ലോ. പിന്നെ ഇത്രയും വലിയ എമൗണ്ട് കള്ളനോട്ട് തന്ന് ഞാൻ എങ്ങോട്ട് രക്ഷപ്പെടാനാ? നിങ്ങളൊക്കെ എന്ത് വർത്തമാനായി പറയുന്നത്? ശരി സജി, നീരി ഉണ്ണി നീരുന്നേ, ഇരിക്കടാ ചെല്. എടാ എടാ നടച്ചേ, എടാ ഇരിക്കടാ ഉണ്ണി നീ. എടാ നീ ഇരിക്കും, നമുക്ക് സമാധാനം സംസാരിക്കാം. രശ്മി കുടിക്കാൻ എന്തെങ്കിലും? അല്ല നീ എന്താ പോവാനേ? എടാ എൻ്റെ ഫ്ലൈറ്റ് ക്യാൻസലായി, ഇനി നാളെ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങോട്ട് വന്നതാ. പിന്നെ ഫ്ലൈറ്റ് ക്യാൻസലായ മെയിലും മെസ്സേജൊക്കെ വന്നപ്പോഴത്തേക്കും ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി. അതുകൊണ്ട് വിളിച്ചു പറയാൻ നിന്നില്ല, നേരെ എങ്ങ് പോകുന്നു. എടാ ഞാൻ നിങ്ങളെ അറിഞ്ഞുകൊണ്ട് പറ്റിക്കുവാണെങ്കിൽ തിരിച്ച് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് അത്രയും ഒന്ന് ചിന്തിച്ചാൽ പോരെ? എടാ ഇവൻ പറയുന്നതിലും കാര്യമില്ലേ? നമ്മളെ പറ്റിക്കാനായിരുന്നെങ്കിൽ ഇവന് തിരിച്ചു വരേണ്ട കാര്യമില്ലല്ലോ. അല്ല ഞാൻ വേണമെങ്കിൽ മറിച്ച് ചോദിച്ചോട്ടെ, നിങ്ങളൊക്കെ എന്നെ പറ്റിക്കുവാണെങ്കിലോ? നീ വലിയ പോലീസല്ലേ, നീ വെറുതെ ഉണ്ടാക്കി പറയുവാണെങ്കിലോ? അതേടാ, ഇവന്മാരെല്ലാം മണ്ടന്മാരാണല്ലോ. നിനക്ക് സംശയം എടുത്തു നോക്ക്. എടാ സത്യം പറടാ, നിങ്ങളൊക്കെ എന്നെ പറ്റിക്കുവാണോ? നീ അങ്ങനെ വിചാരിക്കണ്ട, സംഭവം ശരിയാ. ഇവിടെ ഒരു യുദ്ധം കഴിഞ്ഞിട്ടിരിക്കുന്നേ ഉള്ളൂ. എടാ സനൂപെ, എന്താണ് ഒരു വഴി? നീ ഒന്നെന്നെ വിശ്വസിക്ക്, ഞാൻ അറിഞ്ഞിട്ടില്ല. എളുപ്പമാണ്, നീ അറിഞ്ഞോണ്ടല്ലെങ്കിൽ ഇത് എവിടെ നിന്നാണ് കിട്ടിയെന്ന് വെച്ചാൽ അവിടെ തിരിച്ചു കൊടുക്കുക. എന്നിട്ട് ഒറിജിനൽ കറൻസി വാങ്ങിക്കൊണ്ടൊന്ന് തരാനുള്ള പൈസ തന്നിട്ട് നീ എവിടേക്കാന്ന് വെച്ചാൽ പൊക്കോ. നാളെ നിന്റെ ഫ്ലൈറ്റ് എപ്പോഴാ? ഉച്ചയ്ക്ക്. അപ്പം സമയമുണ്ട്. എടാ നിങ്ങൾക്ക് എന്താ തലയ്ക്ക് വട്ടാണോ? പറയാൻ നല്ല എളുപ്പമുണ്ട്. എടാ എനിക്ക് തന്നത് ബുറായ്മി ഗ്രൂപ്പാ. അവർക്കാണ് ഞാൻ സ്ഥലം വിറ്റത്. അവരാണെങ്കിൽ ഒന്ന് നെഗോഷിയേറ്റ് പോലും ചെയ്തില്ല, പറഞ്ഞ വിലയ്ക്ക് സ്ഥലം എടുത്തു. പക്ഷേ ഒരു കണ്ടീഷനേ ഉണ്ടായിരുന്നുള്ളൂ, കുറച്ച് എമൗണ്ട് ക്യാഷ് ആയിരിക്കും. പിന്നെ അതിനും അവരെന്നെ കുറച്ച് ഓടിച്ചൊക്കെ തന്നെയാണ് തന്നത്.
പിന്നെ നിങ്ങൾക്ക് ക്യാഷ് കിട്ടിയാൽ യൂസ്ഫുൾ ആവുമല്ലോ എന്ന് വിചാരിച്ചു. ശ്ശേ, അല്ലാതെ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ടോ ഞാൻ ഇതും കൊണ്ട് തിരിച്ചിപ്പോൾ അങ്ങോട്ട് പോയാൽ അവന്മാർ ഏറ്റെടുക്കുമെന്ന്? അല്ലെങ്കിൽ നീ കൂടെ വാ, നമുക്ക് പോയി ചോദിക്കാം. കൊള്ളാം. ഉറേമി ഗ്രൂപ്പിനോട് SA ആയ ഞാൻ. എടാ അവരുടെ പിടി അങ്ങ് DGP ലെവലിലാ. നീ നല്ല ടീമായിട്ടാ കോർത്തെ. അല്ല ബാക്കി അക്കൗണ്ടർ മണിയില്ലേ, അതെന്തായി? എടാ അത് മുക്കാലും ബാങ്കിൻ്റെയും ബ്ലേഡിൻ്റെയും പൈസ കൊടുത്ത് തീർത്തു. എൻ്റെ ഭാഗ്യത്തിന് ഞാൻ ഇതും കൊണ്ട് അങ്ങോട്ട് പോയില്ല. എനിക്ക് മനസ്സിലാവാത്തത് നിനക്ക് ഇത്രയും വിവരമില്ലാണ്ടായി പോയോ? അത് ഇത്രയധികം കള്ളനോട്ടും പ്രശ്നങ്ങൾക്കുള്ള സമയത്ത് ആരെങ്കിലും ഇത്രയും വലിയ എമൗണ്ട് ക്യാഷായിട്ട് കയ്യിൽ വാങ്ങുമോ? പിന്നെ നീ മനഃപൂർവ്വം പേപ്പറിൽ വാല്യൂ കുറച്ച് കാണും അല്ലടാ? എടാ പറ്റിപ്പോയി. പിന്നെ ഇതൊക്കെ എല്ലാ ഡീൽസിലും നടക്കുന്ന കാര്യമല്ലേ. വാല്യൂ കുറച്ച് തന്നെയല്ലേ എല്ലാവരും കാണിക്കാറ്. പിന്നെ എൻ്റെ കാര്യം കൊണ്ടൊന്നും മനസ്സിലാക്കുക. ആ തിരക്കിൻ്റെയും വെള്ളത്തിൻ്റെ ഇടയിൽ ഞാൻ കൂടുതൽ ചിന്തിച്ചൊന്നുമില്ല. കിട്ടിയ പൈസ മേടിച്ച് ഞാനിങ്ങ് പോന്നു. എടാ ഇവന് വേറെ ദുരുദ്ദേശമൊന്നും ഉണ്ടായില്ലല്ലോ. നമുക്കും കൂടെ ഉപകാരപ്പെട്ടുണ്ടെന്ന് വിചാരിച്ചിട്ടല്ലേ അവനിതൊക്കെ ചെയ്തത്. എടാ എല്ലാ ലാൻഡ് ഡീൽസിലും ഇതൊക്കെ സർവ്വസാധാരണമല്ലടാ. എടാ കള്ളത്തരം കാണിക്കാൻ നോക്കി ഇങ്ങനെയൊക്കെ തന്നെ പറ്റും. ഇതിപ്പോൾ നീ ഒരുത്തൻ കാരണം നമ്മളെല്ലാവരും സഫർ ചെയ്യണ്ടേ? ഞാൻ ഇനി എന്ത് ചെയ്യണം? ഇതിലും ഭേദം നീ തരാതിരിക്കുന്നായിരുന്നു. ഒന്ന് എന്തിനാണോ ദൈവമേ ഇവനെ കണ്ടത്. ഈ പൈസ കിട്ടുമെന്ന് ഓർത്ത് ഞാൻ പലരോടും കമ്മിറ്റ് ചെയ്തു പോയി. നിങ്ങൾ വിചാരിക്കുന്നേക്കാളും വളരെ കഷ്ടം എൻ്റെ അവസ്ഥ. ഞാൻ മനഃപൂർവ്വം മുങ്ങി നടക്കുന്ന ഒരുപാട് ഫിനാൻഷ്യൽ പ്രശ്നങ്ങളുണ്ട് എനിക്ക്. നീ ആ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇതാ എൻ്റെ കയ്യിൽ മറുപടി ഒന്നും ഇല്ലായിരുന്നു. എടാ ഞാൻ ചിലപ്പോൾ അകത്തായേക്കാം. ഇൻവെസ്റ്റ് ചെയ്ത പലതും പൊട്ടിപ്പൊളിഞ്ഞു. ഇവൻ്റെ ഈ പൈസ കിട്ടുമെന്ന് ഓർത്തപ്പോൾ ഞാൻ കുറച്ചെങ്കിലും പിടിച്ചിക്കാലെന്ന് വിചാരിച്ചു. എന്താ ഏട്ടാ ഈ സമയത്ത്? അല്ല സാറേ, ഞങ്ങൾ ഈ അമ്പലത്തിൻ്റെ ഈ തൊട്ടടുത്തുള്ള ഏരിയയൊക്കെ ലാസ്റ്റാണ് കവർ ചെയ്യാന്ന് ഇരിക്കുക, അതുകൊണ്ടാണ്. ഈ സമയത്തോ? അല്ല ഞങ്ങൾ രാവിലെ വന്നിരുന്നു, അപ്പോൾ ആളുണ്ടായിരുന്നില്ല. ദൈവമായിരുന്നു, പിന്നെ സമയമൊന്നുമില്ലല്ലോ. ശരി നിൽക്കേ. ഇതാട്ടാ. ഇതെന്താ ഏട്ടാ 200 രൂപയോ? ഇത് മതി ഏട്ടാ, ഇത് മതി. ദൈവത്തിനോട് കാര്യത്തിനും വേണോ ഈ പിശുക്ക്? ശരി നിൽക്കേ. എടാ ശരി ഏട്ടാ, ദൈവകാര്യത്തിനല്ലേ, ഞാൻ ഓർത്തില്ല. ശരി സാറേ, ഓക്കെ, താങ്ക് യു. ശരി. ഒരു കോപ്പന്മാർ വന്നോളൂ മനുഷ്യനെ ഈ സമയത്ത്. എടാ ദൈവകാര്യത്തിൽ തന്നെ വേണോ? മാങ്ങാത്തൊലി, കുറേ അമ്പലക്കാരും പള്ളിക്കാരും ദൈവമക്കളും പോവാൻ പറ. നീ ആ നോട്ട് എടുത്ത് കൊടുത്ത് ഒട്ടും ശരി, ശരിയായി. അത് വിട്. സനുബേടാ, നീ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. നമുക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? നീ പറയുന്ന പോലെ ചെയ്യാം. ഒന്നും ചെയ്യാനില്ല. നിന്നെ പിടിച്ച് എനിക്ക് അകത്തിടാൻ പറ്റും. വേണം എന്നാ ഉണ്ടാക്കടാ, എന്നെ പിടിച്ച് അകത്താക്ക്. എടാ നിങ്ങളോടൊക്കെ ഞാൻ എന്താ പറയുക? അത് കൊള്ളാം, നല്ല ഐഡിയ. പിന്നെ കാശ് തരണ്ടല്ലോ അല്ലേ? അതെടാ, അതെ, തരണ്ട. അതന്നെ എൻ്റെ ഉദ്ദേശം. ഒന്ന് നിർത്തടാ. കുറെ നേരമല്ലേ എല്ലാം കൂടെ. ഒരുത്തിൻ്റെ കരച്ചിലും ഒരുത്തിൻ്റെ കാശും ഒരുത്തിൻ്റെ ദേശഭക്തി. എടാ സംഭവിക്കാനുള്ളത് സംഭവിച്ചു കഴിഞ്ഞു. ആൻഡ് ദിസ് ഇസ് എ ഫക്കിംഗ് റിയാലിറ്റി നൗ. എടാ സനുവേ, നിനക്കാണ് എൻ്റെ ലീഗൽ ഫോർമാലിറ്റീസും ഇഷ്യൂസും ഒക്കെ കൃത്യമായിട്ട് അറിയാവുന്നത്. അതുകൊണ്ട് നീ പറ, വാട്ട് ഇസ് എ ഫക്കിംഗ് വേ ഔട്ട്? സനുബേ എടാ, സനുവേ നീ പറ. ഞാൻ ആലോചിച്ചിട്ട് ഇതിന് 3 വഴിയേ ഉള്ളൂ.
1, ഇത് അതോറിറ്റീസിനെ അറിയിക്കുക, ഈ കറൻസി അവർക്ക് കൈമാറുക. പിന്നെ അങ്ങനെ ചെയ്താൽ സജി എന്തായാലും അകത്ത് പോകും. പിന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മളെല്ലാവരും കുറച്ച് നാൾ കോടതി കയറി ഇറങ്ങേണ്ടി വരും. എന്നെക്കൊണ്ടാവുന്ന പോലെ ഞാൻ സഹായിക്കാം. ആ ബെസ്റ്റ്. അപ്പോൾ എനിക്ക് പ്രാക്ടീസ് ആയിക്കോളൂ. അതെന്തായാലും വേണ്ട, നീ വേറെ വഴി പറ. 2, മേടിച്ചെടുത്ത് തിരിച്ചു കൊടുക്കുക. എടാ അതിൻ്റെ കാര്യമല്ലേ ഞാൻ നേരത്തെ പറഞ്ഞേ, അത് നടക്കില്ല. നമുക്ക് അവരായിട്ടൊന്നും ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. എങ്കിൽ 3ാമത്തെ വഴി വളരെ സിമ്പിളാണ്. ഇതെവിടെയെങ്കിലും കൂട്ടിയിട്ടെടുത്ത് കത്തിക്കാൻ നോക്ക്. അതാ എല്ലാവർക്കും നല്ലത്. എടാ ഈ 3 വഴി കേട്ടിട്ടും നമുക്കൊരു ഗുണവുമില്ല. എല്ലാം നഷ്ടക്കച്ചവട. ഇവൻ നാളെ ഫ്ലൈറ്റ് കയറി പോകത്തില്ലേ? ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിച്ചാൽ എൻ്റെ കാശ് കിട്ടുമോ? എടാ നീ ഒന്ന് അടങ്ങ്. എടാ സജി, ആദ്യം ഇവൻ്റെ കടം വീട്ട്, എന്നിട്ട് മതി ബാക്കിയെല്ലാം. എടാ ഞാൻ റെഡിയാ, പക്ഷെ എനിക്ക് എന്തായാലും കുറച്ച് സമയം എടുക്കും. 2-3 കൊല്ലം വേണം. ബെസ്റ്റ്. 2-3 കൊല്ലം അല്ലേ? അപ്പോഴേക്കും ഞാൻ ജീവനോടുണ്ടെന്ന് ഒരു ഗ്യാരണ്ടിയില്ല. സനുബേ, ഇതിലെന്തേലും ഒരു വഴി നിനക്കറിയായിരിക്കും. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എടാ അങ്ങനെ ഒരു വഴിയില്ല. അപ്പോൾ പിന്നെ ഈ കള്ളനോട്ടും മാഫിയക്കാരിതൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നത്? ഇപ്പം തന്നെ നമ്മുടെ കയ്യിൽ ഈ കാശ് വന്നില്ലേ? എടാ പ്ലീസ്, വേറെ വഴിയില്ലാത്തതുകൊണ്ടാ. നീ ഒന്ന് ആലോചിക്ക്. അങ്ങനെ ഒരു വഴി എനിക്ക് അറിയില്ല. ഇനി നീ കരുതുന്ന പോലെ അറിയാമെങ്കിലും ഞാനത് പറയൂല. പിടിക്കപ്പെട്ടാലുള്ള കോൺസിക്വൻസ് എനിക്ക് നല്ലവണ്ണം അറിയാം. രാജീവേ, നീ ഉള്ള നേരത്തെ ഇതെടുത്തിട്ട് കത്തിക്കാൻ നോക്ക്. അതാ എല്ലാവർക്കും നല്ലത്. എടാ ഞാൻ കാര്യമായിട്ട് ചോദിക്കുക. ശരി, നിങ്ങൾ എന്താണെന്ന് വെച്ച് ചെയ്തോ. അതിൽ 1 ലക്ഷം ഞാൻ മാറ്റും. ഉണ്ണി, നീ ഇതിൽ നിന്ന് ഒരു കെട്ടും മാറ്റില്ല. നീ ചുമ്മാ കാര്യം അറിയണ്ടാണ് സംസാരിക്കണം കേട്ടോ. ഇതിപ്പോൾ കൊള്ളാലോ. ഇതിലാർക്കാ കാര്യം മനസ്സിലാവാത്തത്? എടാ ഞാനൊരു കാര്യം തീരുമാനിച്ചു. സനുബേ, നീ ഒന്നല്ലെങ്കിൽ ഇത് ഇവിടുന്ന് കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഒരു കേസിൽ കുത്തിക്കയറ്റി ഇവിടുന്ന് ഒന്ന് ഒഴിവാക്കിത്താ. അല്ലെങ്കിൽ ഞാൻ ഈ കോപ്പറത്ത് കത്തിച്ചാലേ. എടാ വെയിറ്റ്. അതിന് മുമ്പ് എനിക്ക് നിന്റെ കറക്റ്റ് സ്റ്റാൻഡ് അറിയണം. എന്ത് സ്റ്റാൻഡ്? നീ എനിക്ക് തരാന്ന് പറഞ്ഞ കാശ് എപ്പോൾ തരും? സപ്പോസ് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിച്ചാ. ഉണ്ണി, ഞാൻ തമാശ പറഞ്ഞല്ല. എനിക്ക് എന്തായാലും പോണം. സെറ്റിലാവാൻ കുറച്ച് ടൈം എടുക്കില്ലേ? എന്നിട്ട് ആദ്യം തരുന്നത് നിന്റെ പൈസ ആയിരിക്കും. ബെസ്റ്റ്. അപ്പോൾ 2-3 കൊല്ലം കഴിഞ്ഞ് അല്ലേ? എടാ അവന് നിവൃത്തി ഉണ്ടെങ്കിൽ തരത്തില്ലേ? രാജീവേ, നീ ചുമ്മാ ഇരിക്കേ. അവന് അത്യാവശ്യം കാണും, എനിക്കും ആവശ്യങ്ങളുണ്ട്. പൈസയ്ക്ക് നീ എന്തെങ്കിലും വഴി ഉണ്ടേ പറ്റൂ. നീ എവിടെയെങ്കിലും കടം മേടിക്കോ അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയോ എന്തെങ്കിലും ചെയ്യ്. ക്യാഷ് റെഡിയാക്കിയേ പറ്റൂ. എടാ ഞാനിപ്പോൾ തിരിച്ചു വന്നില്ലായിരുന്നെങ്കിലോ, ഒന്നും അറിയിച്ചില്ലായിരുന്നെങ്കിലോ, നിങ്ങളൊക്കെ എന്ത് ചെയ്തേനെ? അത് വിടുമോൻ, അതെന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. സനുബേ, നീ കാര്യം പറ. ശരി, മൊത്തം വേണ്ട. ഇത് കുറച്ചെങ്കിലും നമുക്ക് ഉപയോഗിച്ചൂടെ? എടാ വല്ല 1000-2000 ആയിരുന്നെങ്കിൽ ദൈവം ചെയ്ത പോലെ വല്ല പിരിവാർക്കോ വഴിയരികിലോ എടുത്തു കൊടുക്കായിരുന്നു. ഇതിപ്പോൾ ലക്ഷങ്ങളാ. അറിഞ്ഞുകൊണ്ട് ഇതിന് കൂട്ടുക എന്നെ കൊണ്ട് പറ്റില്ല. സനുബേ പ്ലീസ്, നീ അറിഞ്ഞുകൊണ്ട് എൻ്റെ സൂസൈഡിന് കൂട്ടി വയ്ക്കേണ്ടി വരും. എടാ പുല്ല്, എനിക്ക് ജീവിക്കാൻ വേറെ വഴിയില്ലാത്തോണ്ടാ. അപ്പോഴാ അവൻ്റെ ഒരു ആദർശം. ആദർശമെങ്കിൽ ആദർശം. ഇതിപ്പോൾ കിട്ടിയില്ലായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തേനെ? അതാ ഞാൻ പറഞ്ഞത്, ഞാൻ തൂങ്ങി ചത്തേനെ. എടാ എന്നീ കള്ളനോട്ട് കേസ് പിടിച്ചാൽ തൂക്കിക്കൊല്ലത്തൊന്നുമില്ലല്ലോ. അപ്പോൾ അതാ ഭേദം. എനിക്ക് ഈ പൈസ വേണം. എടാ ഇതിനകത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ റിസ്ക് എനിക്കല്ലേ? എൻ്റെ വീട്ടിൽ വെച്ചല്ലേ ഈ കോപ്പിലെ പരിപാടിയൊക്കെ നടക്കുന്നത്. എടാ സജി, നീ പറ, ഈ ക്യാഷ് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതേപോലെ കടമൊക്കെ ഇപ്പോൾ വീട്ടാൻ പറ്റും? എടാ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. എനിക്കറിയില്ല. സനു പറഞ്ഞ ഐഡിയ തന്നെ എനിക്ക് തോന്നുന്നത്. വേറൊന്നും എനിക്ക് പറയാനില്ല. എടാ കടം അപ്പം തീർക്കാൻ പറ്റും, അത് പറ. എടാ ഞാൻ വേണമെങ്കിൽ എഴുതി ഒപ്പിട്ട് തരാം. ഒരു 4 കൊല്ലം അതിനുള്ളിൽ തരാം. ഇതിപ്പോൾ കൊള്ളാലോ. 2 3 4 ഇനിയും കയറുമോ? എടാ നിന്നോടൊക്കെ ഞാൻ എന്ത് ഒളിപ്പിക്കാനാ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എങ്ങനെയെങ്കിലും തരാം. ഒരു 3 കൊല്ലം എഴുതി ഒപ്പിട്ട് തരാം. പോരെ? പോരാ, എനിക്ക് എൻ്റെ പൈസ ഇപ്പം തന്നെ കിട്ടണം. ഇതിങ്ങനെ പോയാലൊരു തീരുമാനമാവില്ല. എടാ ഉണ്ണി, അങ്ങനെയാണെങ്കിൽ തൽക്കാലം നീ ഇത് മൊത്തം എടുത്തോ. എന്നിട്ട് ഞാനിത് എവിടെ കൊണ്ട് ചെലവാക്കണം? ഏയ്, അത് നടപ്പില്ല. നിർത്തടാ, കുറച്ചേരം ആയല്ലോ. ഇതിപ്പോൾ പറഞ്ഞ പോലെ പട്ടി പുല്ല് എന്തല്ല പശു കൊണ്ട് തീറ്റിക്കത്തുള്ളൂ പറഞ്ഞല്ല. ആരുടെ പുല്ലേ നിന്റെ പട്ടി? ഇരിക്കടാ, അവൻ പോലീസ് കളിക്കുന്നു. ഇരിക്കവിടെ. എടാ നീ ഇവിടെ ഇരുന്നേ. നിങ്ങളിങ്ങനെ എടാ, അലമ്പാക്കല്ലേ. ഇരുന്നേ. എടാ നമ്മൾ തമ്മിൽ ഇങ്ങനെ തല്ലി ചാവാനാണെങ്കിൽ ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഞാൻ ഈ കോപ്പറത്ത് കത്തിച്ചാളയാൻ പോവാ. കുറെ നേരമായല്ലോ. എടാ ഇത് എന്റെ വീടാണ്. ഈ കോപ്പിലെ പരിപാടി ഇവിടെ വെച്ച് നടക്കത്തില്ല.
പ്ലീസ് എനിക്ക് വേറെ വഴിയില്ല മാറ പോയിരിക്കും പോയി ഇരിക്ക്. രാജീവേ Please. നീ ഇരിക്കും വാ ഇരിക്കും വയസ്സ് തന്നെ എല്ലായിടത്തെയും പ്രശ്നം അല്ലേ ഉഫ്. രാജീവ് ഒന്നുമില്ല. എടാ നമ്മൾ എന്തിനാ ഇങ്ങനെ ഈ പരസ്പരം അടി ഉണ്ടാക്കണേ എടാ രാജീവേ നീ സമാധാനപ്പെട് ടെൻഷൻ അടിക്കണ്ട എടാ നമുക്ക് എല്ലാവർക്കും നമ്മുടേതായ പ്രശ്നങ്ങളുണ്ട് പക്ഷെ നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഛേ ഞാനും വെറുതെ ആദ്യം കയറി ഇമ്മച്ചുറായിട്ട് പെരുമാറി എടാ നമുക്ക് പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ പോപ്പ് ഞാൻ ഒന്ന് പുകച്ചിട്ട് വരാം Every single time I come across this feeling in my life, my soul trembles ഇതിപ്പോ ഞാൻ കാരണം as I pass through time. വെറുതെ അലമ്പായല്ലേ? I wipe away the thoughts എടാ that നീ ഒന്ന് വാ, ഒന്ന് സംസാരിച്ച് സോൾവ് ആക്ക. my fear crumbles. നീ ചെല്ല് ഞാൻ വരാം എടാ ലെറ്റ്സ് ബി പ്രാക്ടിക്കൽ ഉണ്ണി ഞാൻ പറഞ്ഞില്ലേ സത്യമായിട്ട് നിനക്ക് ഈ കാശ് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല കുറച്ച് എമൗണ്ട് വല്ലായിരുന്നെങ്കിൽ ഓക്കെ ഇതിപ്പോൾ അങ്ങനെയല്ല എടാ നിങ്ങളിത് വെറുതെ കത്തിച്ച് കളയല്ലേ പോകുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, പ്ലീസ് ആരും ഇടയ്ക്കേറി നോ പറയരുത് പ്ലീസ്. എടാ ഇത് നിങ്ങൾ വെറുതെ കത്തിച്ച് കളയണ്ട, ഞാൻ എൻ്റെ വീതം എടുത്തോളാം. നിങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പം വരാത്ത രീതി ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. എടാ അതെങ്ങനെയാടാ? നീ നിന്റെ ഉദ്ദേശം കൂടെ ഒന്ന് പറ. ഇതിപ്പോ ഞാനും നീ മാത്രമല്ലല്ലോ, നമ്മളെല്ലാരും ഇല്ലേ? പ്ലീസ് പ്ലീസ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. എടാ ഞാനിത് എവിടെന്നെങ്കിലും കളഞ്ഞു കിട്ടിയെന്ന് പറഞ്ഞോളാം. ആരോട് പറയാൻ? നീ ഇതെന്താ മൊത്തമായിട്ട് കൊടുക്കാൻ പോവാണോ? എടാ മൊത്തമായിട്ടല്ല, അല്ല ഞാൻ ഇച്ചിരി ഇച്ചിരി യൂസ് ചെയ്തോളാം, ബാക്കി ഞാൻ ആർക്കെങ്കിലും കൊടുത്തോളാം. എടാ ഞാൻ പറയാം, നീ ഇത് വട്ടിപ്പലിശക്കാർക്ക് കൊടുക്കും അല്ലടാ ഉണ്ണി. നിന്റെ പഴയ തരികിട ബിസിനസ്സും കേസൊക്കെ എനിക്ക് അറിയാണ്ടല്ല, ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് ചോദിച്ചിട്ടാ കേട്ടടാ. എടാ ഞാനൊന്നെങ്കിൽ ദേ ഇവിടെ കെട്ടിത്തൂങ്ങി ചാവാനോ ഇല്ലേ പോകുന്ന വഴിക്ക് ഏലും മണ്ണിന് മുമ്പിൽ ചാടി ചാവാനോ അല്ലെങ്കിൽ റിസ്ക് ഏറ്റെടുക്കാനേ പറ്റുള്ളൂ. എടാ എനിക്ക് വേറെ ചോയ്സ് ഇല്ല. ഇതിപ്പോൾ പിടിച്ചാൽ കുറച്ചാലും ജയിലിൽ കിടക്കും, അത്രയല്ലേ ഉള്ളൂ. മോനെ കുറച്ചു കാലമല്ല, ജീവപര്യന്തമാണ്. എന്നാലും എനിക്ക് കുഴപ്പമില്ല. ശരി, നീ റിസ്ക് എടുക്കാൻ തീരുമാനിച്ചല്ലോ. അങ്ങനെയാണെങ്കിൽ നീ ക്യാഷ് മൊത്തം എടുത്തു എന്നിരിക്കട്ടെ. അപ്പം നമ്മൾ തമ്മിലുള്ള കടങ്ങൾ തീർന്നു വിചാരിക്കാമല്ലോ. വേണമെങ്കിൽ നീ 1 ലക്ഷം എക്സ്ട്രാ എടുത്തോ, പക്ഷെ അതോടെ ഇത് ക്ലോസ് ചെയ്യണം. എടാ നീ ആള് കൊള്ളാലോ. എടാ ചേട്ടേ ശവത്തിൽ തന്നെ കുത്തണം, നീ അപ്പോഴത്തേക്കും വലിയ ആളായ. എടാ ഞാൻ ആളായതല്ല, നീ അങ്ങനെ വിചാരിക്കല്ലേ. എടാ ഞാനും ഇതേപോലെ പല പ്രശ്നങ്ങളിൽ പെട്ട് കിടക്കുമല്ലേ, അപ്പം അതിലൊരു ചെറിയ പെർസെൻറ്റേജ് അത് സെറ്റിൽ ആവണമെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു.
സജി പറയുന്നതിലും കാര്യമുണ്ട്. ഇവൻ ഈ പൈസയും കൊണ്ട് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും റിസ്ക് ഇല്ലേ? ഏറ്റവും കൂടുതലായിട്ട് സജിക്ക് റിസ്ക് ഇല്ലേ? ഉം. ഇനി നീ ഇത് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ 2 കാര്യങ്ങൾ. ഒന്ന്, ഞങ്ങൾക്കാർക്കും ഈ പൈസയുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. എൻ്റെ വീട്ടിൽ വെച്ച് ഒരു ഡീലും നടന്നിട്ടുമില്ല. ഇനി നിന്നെ പിടിച്ചാൽ തന്നെ നീയും സജിയും പുറത്ത് എവിടെയെങ്കിലും വെച്ച് നടന്ന ഡീലായിട്ടേ പറയാൻ പാടുള്ളൂ. നീ സജിയുടെ പേര് പറഞ്ഞാലും എൻ്റെ പേര് ഇതിനകത്ത് ഇടപെടുത്താൻ പറ്റില്ല. 2, സജി നിനക്ക് തരാനുള്ള കംപ്ലീറ്റ് പൈസ ഇതിനകത്ത് സെറ്റിലായി കഴിഞ്ഞു. ഇനി അതിൻ്റെ മുകളിൽ ഒരു വർത്താനം ഉണ്ടാവില്ല. ഓക്കെ ആണോ? നീ പേടിക്കണ്ട. എന്തെങ്കിലും കാരണവശാൽ എന്നെ പിടിച്ചാൽ നിങ്ങളാരും കുടുങ്ങില്ല. ഇവിടെ ഒന്നും നടന്നിട്ടുമില്ല. നിൻ്റെയോ ഇവൻ്റെയോ സനൂപിൻ്റെയോ ആരുടെ പേരും ഞാൻ പറയില്ല. അതെൻ്റെ വാക്കാ. ഓക്കെ, പിന്നെ ഇതിൻ്റെ പേരിലൊരു സഹായത്തിനോ ഒന്നിനും എന്നെ വിളിച്ചു പോരുത്. അല്ല, എന്താ നിന്റെ തീരുമാനം? ബാക്കി കാശ് എപ്പോൾ തരാനാ? എടാ ഞാൻ പറഞ്ഞില്ലേ, ഒരു 3 വർഷത്തിനുള്ളിൽ തരാം. ശരി, ഐ എം ഓക്കെ വിത്ത് ദാറ്റ്. നമുക്ക് ഈ ചാപ്റ്റർ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാം. സനുബെ നീയോ? വേറെ വല്ല ഓപ്ഷനും തരാനുണ്ടോ നിനക്ക്? ഇനിയിപ്പോൾ അതല്ലേ പറ്റൂ. എന്തോ പുല്ലാവട്ടെ. എടാ ഞാൻ വിചാരിച്ചു ഇത് ആ മതി മതി, നിർത്ത്. ഞാൻ ഇറങ്ങുക. എടാ കഴിച്ചിട്ട് പോ. വേണ്ട എടാ എല്ലാവരും ഉണ്ടാവുമെന്ന് വിചാരിച്ച് രശ്മി എല്ലാം ഉണ്ടാക്കി കാണും. വേണ്ട, പിന്നെയാ. ശരി. അയ്യോ ഇറങ്ങല്ലേ, കഴിച്ചിട്ട് പോവാം. വേറൊരു ദിവസം. എടാ ഈ കൂട്ടത്തിൽ എൻ്റെ പ്രശ്നങ്ങൾ ഏറ്റവും നന്നായിട്ട് നിനക്ക് മനസ്സിലാവില്ലേ? എടാ ഞാൻ ഇറങ്ങുന്നു. ശരി. പിന്നെ നിങ്ങളുടെ പേയ്മെൻറ്റ് എത്രയും പെട്ടെന്ന് ഞാൻ തരാം. ശരി. ടിന്നുവിനെ വിളിക്കാൻ മറന്നുവല്ലോ. എടാ എൻ്റെ ഫോൺ ഓഫാണല്ലോ. ആ ഞാൻ വിളിച്ചോളാം, നീ രാവിലെ ഒന്ന് വിളിച്ചാൽ മതി. ശരി. എടാ നീ എങ്ങനെയാ പോകുന്നത്? ഞാൻ പൊക്കോളാം. കാണാം. ഇങ്ങനെയൊന്നും ആവണ്ടായിരുന്നു അല്ലേ? അതുപോലെ സാരല്ല. ശരി. രാജീവേ, ഞാൻ എന്നാ ഇറങ്ങാം. രശ്മി ശരി. എടാ സനബേ ഒന്ന് എന്താടാ? എടാ പ്രശ്നമാവോ? ആവാനാണ് സാധ്യത. നമുക്ക് പണിയാവോ? അവൻ ചതിക്കില്ലായിരിക്കും, അത്രേ പറയാൻ പറ്റൂ. നീ പേടിക്കണ്ട, കൂടിപ്പോയാൽ സജിക്ക് പണിയാവും. നീ ഒരു കാര്യം ചെയ്യും, എത്രയും പെട്ടെന്ന് എടുത്ത് ഡിസ്പോസ് ചെയ്യാൻ നോക്ക്. ഈ കാറിൽ നിന്നോ ബൈക്കിൽ നിന്നോ പെട്രോൾ എടുത്ത് കത്തിക്ക്. എടാ നീ ഒന്നിന്നേ, ഞാനിപ്പോൾ വരാം. എടാ ഞാനൊരു കാര്യം പറയട്ടെ, ഞാനിത് ഹാൻഡിൽ ചെയ്താൽ ശരിയാവത്തില്ല. നിനക്കെന്നെ അറിയാലോ, വെറുതെ എൻ്റെ ടെൻഷൻ കൂടി വട്ടാവും. എടാ ബെറ്റർ നീ ഇത് കൊണ്ടുപോകും. നിങ്ങൾ പോലീസുകാരാകുമ്പോൾ ഇതൊക്കെ കൃത്യമായ രീതിയിൽ ഡീൽ ചെയ്യാൻ പറ്റും. അതല്ലേ ബെറ്റർ? എടാ അത് ശരിയാവില്ല, ഞാൻ ഇത് കൊണ്ടുപോകണ തന്നെ റിസ്ക്കാ. എടാ ഞാനിത് വെക്കുന്നതിലെ ഏറ്റവും വലിയ റിസ്ക്. എടാ ഇത് നിനക്ക് എടുത്ത് കത്തിച്ച് കളഞ്ഞാൽ പോരെ? എടാ അത് ശരിയാവില്ല, നീ ഒന്ന് മനസ്സിലാക്ക് പ്ലീസ്. എടാ ഇതിപ്പം നിങ്ങൾക്കിത് ഹാൻഡിൽ ചെയ്യാൻ ഒരുപാട് വഴികളില്ലേ? ഒന്നില്ലെങ്കിൽ കൊണ്ട് കത്തിച്ചോ കീറിയോ കളാ. എടാ ഇത് വലിയ കഷ്ടമായാലോ. എടാ അത് പണിയാ. എടാ നീ പോലീസായിട്ടൊന്നും ചിന്തിക്കാതെ ആസ് എ ഫ്രണ്ട് നീ ഒന്ന് മനസ്സിലാക്ക്. ഇതിപ്പം നമ്മുടെ ഈ മീറ്റിംഗ് ഇവിടെ വെച്ച് തന്നെ ആക്കിയത് നല്ല ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. അതിപ്പം ഇങ്ങനെയായിപ്പോയി. ഇതിപ്പം നീ എന്തെങ്കിലും ഒന്ന് ചെയ്യ് പ്ലീസ്. എടാ ഞാൻ ഇത് കൊണ്ടുപോയാൽ പിന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് സമാധാനം പറയേണ്ടി വരും, അത് കൂടുതൽ പ്രശ്നമാവും. എടാ നീ ആരോടും ഒന്നും പറയാൻ നിൽക്കണ്ട പ്ലീസ്. എടാ നിനക്കിത് കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അതുകൊണ്ടായി പറയുന്നത്. പ്ലീസ് നീ ഇത് കൊണ്ടുപോകും. ഒര കുരിശ് താങ്ങോട്ട്.
ആ ഞാനാ ഒരു 6 അല്ല 12 ലക്ഷത്തിൻ്റെ കള്ളം കയ്യിൽ വന്നിട്ടുണ്ട്. പകുതിയോ? ഹേ അത് നടക്കില്ല. ഒരു 7 ആക്കാൻ പറ്റുമോ നോക്ക്. ആ അല്ലെങ്കിൽ ബിസിനസ്സിനടുത്ത് മെഡലും പ്രൊമോഷൻ എന്താ വെച്ചാൽ ഞാൻ വാങ്ങിച്ചോളാം. ആ നോക്കിയിട്ട് വിളി. ശരി. We're walking, not knowing who we were. This feeling seems to take a toll. Surrounded by many faces I don't know. No one cares until I felt like dreaming without no boundaries. The moments pass me by. I found no reason to keep myself hiding as I travel alone.